ഇന്ന് നമ്മൾ റിവൈസ് ചെയ്യുന്നത് യൂണിറ്റ് 2 ആണ് കേട്ടോ. യൂണിറ്റ് 2 മൊഡ്യൂൾ 1ഉം മൊഡ്യൂൾ 2ഉം മൊഡ്യൂൾ 1ഉം 2ഉം മാത്രമാണ് ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ നോക്കുന്നത്. അപ്പോൾ ഈ രണ്ട് പോർഷനിൽ നിന്ന് മാത്രം ഇതുവരെ സെറ്റ് എക്സാമിന് ചോദിച്ചിട്ടുള്ള പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പേഴ്സിൽ നിന്ന് നമ്മൾ എടുത്തിട്ടുള്ള ചോദ്യങ്ങളാണ് ഈ കാണുന്നത്, നമ്മൾ ഇന്ന് നോക്കാനായിട്ട് പോകുന്നത്. അപ്പം പ്രീവിയസ് ഇയറിലെ കുറച്ചധികം ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് നമ്മൾ എടുത്തിട്ടുണ്ട്. ഈ തൊട്ട് കഴിഞ്ഞ എക്സാം തൊട്ട് 2025 ജാനുവരിയിൽ കഴിഞ്ഞ എക്സാം തൊട്ട്, ജാനുവരി അല്ലല്ലോ ജൂലൈ ഉണ്ടായിരുന്നു അല്ലെ, ആ ഒരു സെഷൻ തൊട്ട് നമ്മൾ ബാക്കിലേക്ക് എല്ലാ അത്യാവശ്യം റീസെന്റ് ആയിട്ടുള്ള എല്ലാ ഇയേഴ്സിലെയും ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് നമ്മൾ എടുത്തിട്ടുണ്ട്. അതിൽ നിന്നുള്ള ചോദ്യങ്ങളാണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത്. ഇപ്പൊ മൊഡ്യൂൾ 1ഉം 2ഉം ആണ് ഇന്ന് നോക്കുന്നത് കേട്ടോ. ദെൻ 3ഉം 4ഉം 5ഉം നെക്സ്റ്റ് മൺഡേ നമ്മൾ ഡിസ്കസ് ചെയ്യും. ഇപ്പൊ മൊഡ്യൂൾ 1ല് മാക്രോ ആൻഡ് മൈക്രോ എൻവയോൺമെന്റ്, അതിൽ തന്നെ എക്കണോമിക്കും പൊളിറ്റിക്കലും ടെക്നോളജിക്കലും സോഷ്യലും കൾച്ചറൽ എൻവയോൺമെന്റും ട്രേഡ് എൻവയോൺമെന്റും ഒക്കെ നമുക്ക് പഠിക്കണം. ദെൻ മൊഡ്യൂൾ 2ലാണെങ്കിൽ ഇന്ത്യൻ എക്കണോമിയെ പറ്റിയിട്ടാണ്, എക്കണോമിക് സിസ്റ്റംസ്, അതേപോലെ തന്നെ GDP, പെർ ക്യാപിറ്റ ഇൻകം, ദെൻ ഇന്ത്യൻ എക്കണോമിയുടെ പ്രോബ്ലംസ്, പോവർട്ടി, അൺഎംപ്ലോയ്മെന്റ്, ഇങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങളാണ് നമുക്ക് പഠിക്കാനായിട്ടുള്ളത്. അപ്പൊ നമുക്ക് നേരെ ക്വസ്റ്റ്യൻസിലേക്ക് പോകാം. നിങ്ങളും കൂടെ ആൻസർ ചെയ്യണം കേട്ടോ, നിങ്ങളും കൂടെ റെസ്പോണ്ട് ചെയ്യണേ. നിങ്ങളിവിടെ റെസ്പോണ്ട് ചെയ്ത് കഴിയുമ്പോഴാണ് നമ്മൾ ഇതിന്റെ എക്സാക്ട് ആൻസറിലേക്ക് പോകുന്നത്. ഓക്കെ, ഓക്കെ നോക്കാം, നമുക്ക് ഓരോ ചോദ്യങ്ങൾ നോക്കാം. ഗ്ലോബലൈസേഷൻ ഓഫ് ഇന്ത്യൻ എക്കണോമി റെഫേഴ്സ് ടു. ഗ്ലോബലൈസേഷൻ എന്ന് പറയുന്നത് ഇതിലേതാണ് കറക്റ്റ് ആയിട്ട് ആപ്റ്റ് ആവുന്നത്? റെസ്ട്രിക്റ്റിംഗ് ഫോറിൻ ട്രേഡ് ആൻഡ് ഇൻവെസ്റ്റ്മെന്റ് ത്രൂ ഗവൺമെന്റ് ഏജൻസി, integrating the Indian economy with global economy through trade, investment and technology exchange, reducing import and promoting local industry through government economic agencies, focusing only on domestic economic policy. യെസ്, ഈ ചോദ്യമൊക്കെ നമുക്ക് ഒറ്റയടിക്ക് ആൻസർ ചെയ്യാൻ പറ്റും അല്ലെ? എല്ലാവരും ക്ലാസ്സിൽ ജോയിൻ ചെയ്തിട്ടുള്ള എല്ലാവരും നിങ്ങൾ ആൻസർ ചെയ്യണം കേട്ടോ. കഴിഞ്ഞ ക്ലാസ്സിലെ പോലെ അത്രയും എനർജറ്റിക് ആയിട്ട് എന്റെ സൗണ്ട് വരാത്തത് ഹെൽത്ത് ഓക്കെ അല്ല, പനിയാണ് കേട്ടോ. അതുകൊണ്ടാണ് സൗണ്ട് നമുക്ക് അത്രയും ഒരു സ്ട്രെസ് ചെയ്ത് സംസാരിക്കാത്തത്, തൊണ്ടയ്ക്ക് ഇഷ്യൂ ഉണ്ട്. ഓക്കെ, എല്ലാവരും ആൻസർ ചെയ്തോ? ആര്യ, സംഗീത, രണ്ടുപേരെ ആൻസർ ചെയ്തിട്ടുള്ളൂ. ബാക്കിയുള്ളവരും കൂടെ ഒന്ന് പറയണം കേട്ടോ. നിങ്ങൾ എല്ലാവരും ആൻസർ ചെയ്യണേ. ഓക്കെ, എനിവേ നമുക്ക് യെസ് 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 ആൻസർ ബി ആണ് അല്ലെ? ഇതൊക്കെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ആണ്, ഇതൊക്കെ നമ്മുടെ തൊട്ട് മുന്നത്തെ ക്വസ്റ്റ്യൻ പേപ്പേഴ്സിൽ നിന്നുള്ള ചോദ്യങ്ങളാണ്. യെസ്, ഗ്ലോബലൈസേഷൻ എന്ന് പറയുന്നത് ഗ്ലോബൽ എക്കണോമിയുമായിട്ട് ഇന്ത്യൻ എക്കണോമിയെ ഇന്റഗ്രേറ്റ് ചെയ്യുന്നതാണ്. അതായത് നമ്മൾ ഈ ഡൊമസ്റ്റിക് മാർക്കറ്റിൽ തന്നെ നിൽക്കാതെ ഇന്റർനാഷണൽ ലെവലിലേക്ക് പോകുന്നതാണ് ഗ്ലോബലൈസേഷൻ. നെക്സ്റ്റ് ചോദ്യം നോക്കിക്കേ, മൈക്രോ എൻവയോൺമെന്റ്. ഇതൊക്കെ നമുക്ക് സിമ്പിൾ ആയിട്ടുള്ള ചോദ്യങ്ങളാണ് അല്ലെ? സിമ്പിൾ ക്വസ്റ്റ്യൻസ്, വേഗത്തിൽ ആൻസർ ചെയ്യാൻ പറ്റും. മൈക്രോ എൻവയോൺമെന്റ് ഓഫ് എ ബിസിനസ് ഇൻക്ലൂഡ്. ഇങ്ങനൊരു ക്വസ്റ്റ്യൻ നിങ്ങൾക്ക് ഷുവർ ആയിട്ടും ചോദിക്കും കേട്ടോ, ഉറപ്പായിട്ടും. മൈക്രോ മാക്രോ ഇതിൽ ഏതാണെന്നുള്ളൊരു ചോദ്യം ഉറപ്പാണ്. യെസ്, മൈക്രോ എൻവയോൺമെന്റ്, സപ്ലയേഴ്സ്, കസ്റ്റമേഴ്സ്, കോമ്പറ്റീറ്റേഴ്സ്, ഇവരൊക്കെയാണ് മൈക്രോ എൻവയോൺമെന്റിൽ വരുന്നത് അല്ലെ? മൈക്രോ എന്ന് പറയുമ്പോൾ നമ്മുടെ കമ്പനിക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റുന്ന ആളുകളാണ്, അല്ലെങ്കിൽ കമ്പനിയുടെ പരിധിയിൽ കൺട്രോളിങ് ആ ഒരു പരിധിയിൽ വരുന്നതാണ് മൈക്രോ എൻവയോൺമെന്റിൽ വരുന്ന ഫാക്ടേഴ്സ്. അപ്പൊ നമുക്ക് കാണാം, മൈക്രോയിൽ വരുന്നത് കസ്റ്റമേഴ്സ് വരും, കോമ്പറ്റീറ്റേഴ്സ്, ഷെയർ ഹോൾഡേഴ്സ്, എംപ്ലോയി, സപ്ലയേഴ്സ്, ഇവരെല്ലാം മൈക്രോ എൻവയോൺമെന്റിൽ വരുന്നതാ അല്ലെ? ദെൻ മാക്രോ എന്ന് പറയുമ്പോൾ ബിയോണ്ട് ദ കൺട്രോൾ ഓഫ് ദ കമ്പനി അല്ലെ? കമ്പനിയുടെ കൺട്രോളിന് അപ്പുറത്തേക്കുള്ളതാണ്. സോഷ്യൽ എൻവയോൺമെന്റ് ഉണ്ട്, ടെക്നോളജിക്കൽ, ലീഗൽ, പൊളിറ്റിക്കൽ, എൻവയോൺമെന്റൽ, എക്കണോമിക് എൻവയോൺമെന്റ്, ഇതെല്ലാം മാക്രോയിൽ വരുന്നതാണ്. യെസ്, ഓക്കെ, നെക്സ്റ്റ് ചോദ്യം നോക്കാം.
നമുക്ക് മാക്സിമം ക്വസ്റ്റ്യൻസ് വർക്ക്ഔട്ട് ചെയ്യണം കേട്ടോ, മാക്സിമം ചോദ്യങ്ങൾ. പൊളിറ്റിക്കൽ എൻവയോൺമെന്റ് ഇൻ ബിസിനസ് ഇൻക്ലൂഡ്സ്. പൊളിറ്റിക്കൽ എൻവയോൺമെന്റ് ഇതിൽ ഏതാണ് പൊളിറ്റിക്കൽ എൻവയോൺമെന്റിൽ വരുന്നത്? Government policy and regulations, changes in customer preference, supplier pricing, organization structure. Yes, ഇവിടെ ഗവൺമെന്റ് പോളിസീസ് ആൻഡ് റെഗുലേഷൻസ് എന്ന് പറയുന്നത് പൊളിറ്റിക്കൽ എൻവയോൺമെന്റിൽ വരുന്ന അല്ലെ, പൊളിറ്റിക്കൽ എൻവയോൺമെന്റിൽ വരുന്നതാണ്. നമുക്കറിയാം. നെക്സ്റ്റ്, ഇതൊക്കെ നമുക്ക് അറിയാവുന്നത് കൊണ്ടാണ് കേട്ടോ ഒരുപാട് എക്സ്പ്ലെയിൻ ചെയ്യാത്തത്. അറിയാവുന്ന സിമ്പിൾ കാര്യങ്ങളല്ലേ. ടെക്നോളജിക്കൽ ഫാക്ടേഴ്സ് ഇൻ ദി ബിസിനസ് എൻവയോൺമെന്റ് റെഫർ ടു. ബിസിനസ്സില് ബിസിനസ് എൻവയോൺമെന്റിൽ ടെക്നോളജിക്കൽ ഫാക്ടേഴ്സ് എന്ന് പറയുന്നത് ഇത് നമുക്ക് ഈ ഒരു ക്വസ്റ്റിന്റെ ആൻസറും ക്വസ്റ്റിനിൽ തന്നെ ഉണ്ടല്ലേ, ക്വസ്റ്റിനിൽ നിന്ന് തന്നെ നമുക്ക് കിട്ടും. ടെക്നോളജിക്കൽ ഫാക്ടേഴ്സ് എന്ന് പറയുമ്പോൾ യൂസ് ഓഫ് ന്യൂ ഇന്നോവേഷൻസ് ആൻഡ് അഡ്വാൻസ്മെന്റ്സ് അല്ലെ, ടെക്നോളജി റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങളാണ്. പുതിയ ഇന്നോവേഷൻസും ടെക്നോളജിയിൽ വരുന്ന അഡ്വാൻസ്മെന്റുകളും ഒക്കെയാണ് ടെക്നോളജിക്കൽ എൻവയോൺമെന്റിൽ തന്നെ നമ്മൾ പഠിക്കുന്നത്. യെസ്. നെക്സ്റ്റ് ചോദ്യം നോക്കിക്കേ. സോഷ്യൽ ആൻഡ് കൾച്ചറൽ എൻവയോൺമെന്റ് ഇൻ എ ബിസിനസ് കോണ്ടെക്സ്റ്റ് ഇൻവോൾവ്. സോഷ്യൽ ആൻഡ് കൾച്ചറൽ എൻവയോൺമെന്റ് എന്ന് പറയുമ്പോൾ ഇതിൽ ഏത് വരും? ലീഗൽ ഫ്രെയിംവർക്സ് ആൻഡ് പ്രോഫിറ്റ് റേറ്റ്, കസ്റ്റമർ ലൈഫ് സ്റ്റൈൽ, വാല്യൂ ആൻഡ് ഡെമോഗ്രാഫിക് ട്രെൻഡ്, മാർക്കറ്റ് കോമ്പറ്റീഷൻ ആൻഡ് സോഷ്യോ കൾച്ചറൽ എൻവയോൺമെന്റൽസ്, ഗ്ലോബൽ ട്രേഡ് റെഗുലേഷൻസ് ആൻഡ് ലോക്കൽ ട്രേഡ് പ്രാക്ടീസ്. യെസ്, സോഷ്യൽ ആൻഡ് കൾച്ചറൽ എൻവയോൺമെന്റ്. സോഷ്യൽ ആൻഡ് കൾച്ചറൽ എന്ന് പറയുമ്പോൾ തന്നെ നമുക്കറിയാം അവിടുത്തെ ആളുകളുടെ ലൈഫ് സ്റ്റൈലും വാല്യൂസും ഡെമോഗ്രാഫിക്സും ഒക്കെയാണ് നമ്മൾ സോഷ്യൽ ആൻഡ് കൾച്ചറൽ എൻവയോൺമെന്റിൽ പറയുന്നത്. കൺസ്യൂമേഴ്സിന്റെ ലൈഫ് സ്റ്റൈൽ വരാം, അവരുടെ ഡെമോഗ്രാഫിക്സ് എന്ന് പറയുന്നത് ഇപ്പൊ കൺസ്യൂമേഴ്സിന്റെ ഇൻകം, അതേപോലെ ഒക്കുപേഷൻ, അവരുടെ എഡ്യൂക്കേഷണൽ ക്വാളിഫിക്കേഷൻ, ഇതൊക്കെയാണ് ഡെമോഗ്രാഫിക്സിൽ നമ്മൾ പഠിക്കുന്നത്. ഇതെല്ലാം സോഷ്യൽ ആൻഡ് കൾച്ചറൽ എൻവയോൺമെന്റിൽ ഇൻവോൾവ് ചെയ്യുന്നതാണ്. യെസ്. അടുത്ത ചോദ്യം നോക്കിക്കേ. Which of the following is a key indicator of the growth pattern of Indian economy? ഇന്ത്യൻ എക്കണോമിയുടെ ഗ്രോത്തിന്റെ ഇൻഡിക്കേറ്റർ ആരാണ്? ലിറ്ററസി റേറ്റ്, ടാക്സ് റവന്യൂ, പോപ്പുലേഷൻ, GDP. എല്ലാരും ആൻസർ ചെയ്യണേ, ഒരാൾ മാത്രമേ പറഞ്ഞിട്ടുള്ളൂ. യെസ്, യെസ്, GDP ആണ് കറക്റ്റ് ആൻസർ അല്ലേ? യെസ്, GDP എന്ന് പറയുന്നത് നമുക്കറിയാം ടോട്ടൽ വാല്യൂ ഓഫ് ഓൾ ഗുഡ്സ് ആൻഡ് സർവീസസ് അല്ലെ. ഒരു രാജ്യത്ത് പ്രൊഡ്യൂസ് ചെയ്യുന്ന ഒരു രാജ്യത്ത് ഒരു വർഷം പ്രൊഡ്യൂസ് ചെയ്യുന്ന ഗുഡ്സിന്റെയും സർവീസിന്റെയും മണി വാല്യൂ ആണ് GDP നമ്മൾ പറയുന്നത് അല്ലെ. അതായത് ഒരു ഇയറിൽ ഒരു രാജ്യത്തിനകത്ത് പ്രൊഡ്യൂസ് ചെയ്യുന്ന, ഇപ്പം ഇന്ത്യ ആണെങ്കിൽ ഇന്ത്യയിൽ പ്രൊഡ്യൂസ് ചെയ്യുന്ന എല്ലാ ഗുഡ്സിന്റെയും സർവീസിന്റെയും മോണിറ്ററി വാല്യൂ ആണ് നമ്മൾ GDP കൊണ്ട് ഇൻഡിക്കേറ്റ് ചെയ്യുന്നത്. യെസ്. ദ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ഒന്ന് മാച്ച് ചെയ്യാനാണേ. ഇതുപോലെ ഒരു ചോദ്യം നിങ്ങൾക്ക് ഉറപ്പാണ് കേട്ടോ. ഇതുപോലത്തെ ഒരു ചോദ്യം ഷുവർ ആയിട്ട് നമുക്ക് ഈ ഒരു ഏരിയയിൽ നിന്ന് ചോദിക്കും. ഒന്ന് നോക്കിക്കേ.
മൈക്രോ എൻവയോൺമെന്റ്, സോഷ്യൽ എൻവയോൺമെന്റ്, ലീഗൽ എൻവയോൺമെന്റ്, എക്കണോമിക് എൻവയോൺമെന്റ്. ഇവിടെ ഒരു രണ്ടുപേരും രണ്ട് ആൻസറാ പറഞ്ഞേക്കുന്നത് അല്ലേ? എല്ലാരും ഒന്ന് പറയണേ. എല്ലാരും ഒന്ന് നന്നായിട്ടൊന്ന് വായിച്ചു നോക്കിയിട്ട് പറഞ്ഞേ. സിമ്പിൾ ആയിട്ട് നമുക്ക് റിലേറ്റ് ചെയ്യാൻ പറ്റത്തില്ലേ? മൈക്രോയും സോഷ്യലും ലീഗലും എക്കണോമിക്കും ഒക്കെ എളുപ്പത്തിൽ റിലേറ്റ് ചെയ്യാൻ പറ്റുന്ന കാര്യമാണല്ലോ. ബാക്കിയുള്ളവരും കൂടെ ഒന്ന് പറയണേ, എന്നിട്ട് നമുക്ക് നേരെ ആൻസറിലേക്ക് പോകാം. തൊണ്ടയ്ക്ക് ഒത്തിരി സ്ട്രെയിൻ എടുക്കാൻ പറ്റാത്തതുകൊണ്ടാണ് കേട്ടോ കുറച്ച് സ്ലോയിൽ പയ്യെ പറയുന്നത്. സാധാരണ ഞാൻ ഇങ്ങനെ അല്ല ക്ലാസ്സുകൾ എടുക്കുന്നത്. എനിക്കും ഇങ്ങനെ ഒരുപാട് പതിയെ പറഞ്ഞ് പോകുന്നതിൽ താല്പര്യം. നമ്മൾ ഇൻട്രസ്റ്റ് ആയിട്ട് കഴിഞ്ഞ ക്ലാസ്സുകളിലൊക്കെ നമ്മൾ പഠിച്ചില്ലേ? അപ്പൊ ആ ഒരു എനർജറ്റിക് ആയിട്ട് തന്നെയാണ് എടുക്കുന്നത്. ഇന്നിപ്പോ ഈ ഒരു ഇഷ്യൂ ഉള്ളത് കൊണ്ടാണ് കേട്ടോ. നിങ്ങൾ ഇന്നത്തേക്കിനൊന്ന് ടോളറേറ്റ് ചെയ്യണം. നോക്കാം നമുക്ക്. ബാക്കിയുള്ളവർ എന്താ ആൻസർ ചെയ്യാത്തെ? ഡൗട്ട് ആയതുകൊണ്ടാണോ? അതോ ക്ലാസ് കേൾക്കുന്നില്ലേ നിങ്ങള്? ഓക്കെ, എന്തായാലും നമുക്ക് നോക്കാം. സോ മൈക്രോ എൻവയോൺമെന്റ് എന്ന് പറയുന്നത് ഇതിൽ നമുക്ക് ഏതിലാണ് റിലേറ്റ് ചെയ്യാൻ പറ്റുന്നത്? മൈക്രോ എന്ന് പറയുമ്പം ബിസിനസിന്റെ കൺട്രോൾ പരിധിയിലുള്ളതാണ്. ഇവിടെ എന്തായാലും കൾച്ചറൽ ട്രെൻഡും GNPയും ഫെമയും ഒക്കെ, ഫോറിൻ എക്സ്ചേഞ്ച് മാനേജ്മെന്റ് ആക്ടും ഒക്കെ മാക്രോയിൽ വരും നമുക്കറിയാം. ഈ മാർക്കറ്റ് ഇന്റർമീഡിയറീസ് എന്ന് പറയുന്നത് അല്ലെ, മാർക്കറ്റ് ഇന്റർമീഡിയറീസ് എന്ന് പറയുന്നത് മൈക്രോ എൻവയോൺമെന്റിൽ വരുന്നതാ. കാരണം എന്തുകൊണ്ടാ? ഈ ഇന്റർമീഡിയറി എന്ന് പറയുന്നത് നമ്മുടെ ഏജന്റുകളൊക്കെ ഇല്ലേ? നമ്മളിപ്പം ഡിസ്ട്രിബ്യൂഷൻ ഒക്കെ പഠിക്കുമ്പോൾ പഠിച്ചിട്ടില്ലേ? പ്രൊഡ്യൂസർ, ഹോൾസെയിലർ, റീറ്റെയിലർ, ഏജന്റ്. അപ്പൊ ഇങ്ങനെ ഈ ഇടനിലക്കാരുണ്ട്. ഈ ഇടനിലക്കാരെ നമുക്ക് ഇന്റർമീഡിയറീസ് എന്നാണ് നമ്മൾ പറയുന്നത് അല്ലെ. ഇവരൊക്കെ നമ്മുടെ മൈക്രോ എൻവയോൺമെന്റിൽ വരുന്നതാണ്. ഈ സപ്ലയേഴ്സും ഇങ്ങനെയുള്ള ഇന്റർമീഡിയറീസും കസ്റ്റമേഴ്സും ഇവരെല്ലാം മൈക്രോ എൻവയോൺമെന്റിലാണ് വരുന്നത്. ദെൻ സോഷ്യൽ എൻവയോൺമെന്റ് ആണ് കൾച്ചറൽ ട്രെൻഡുകൾ അല്ലെ. കൾച്ചറൽ ട്രെൻഡ് ഒക്കെ സോഷ്യൽ എൻവയോൺമെന്റിൽ പഠിക്കാം. ദെൻ ലീഗൽ പറയുമ്പോൾ തന്നെ നമുക്കറിയാം ഫെമ, ഫോറിൻ എക്സ്ചേഞ്ച് മാനേജ്മെന്റ് ആക്ട് ആണ്. അതൊക്കെ നിയമങ്ങളാണ് അല്ലെ. സോ അത് ലീഗലിൽ വരും. ദെൻ എക്കണോമിക് എൻവയോൺമെന്റ് ആണ് GNPയിൽ നമ്മൾ, GNP ഒക്കെ എക്കണോമിക് എൻവയോൺമെന്റിൽ വരും. അപ്പൊ മൈക്രോ എന്ന് പറയുന്നത് ബിസിനസിനെ അഫക്ട് ചെയ്യുന്ന സ്മോൾ ഫാക്ടേഴ്സ് അല്ലെങ്കിൽ ബിസിനസിന്റെ കൺട്രോളിന്റെ പരിധിയിൽ വരുന്ന ഫാക്ടേഴ്സാണ്. കസ്റ്റമേഴ്സും സപ്ലയേഴ്സും കോമ്പറ്റീറ്റേഴ്സും എംപ്ലോയീസും എല്ലാം മൈക്രോയിൽ വരും. പിന്നെ സോഷ്യൽ എൻവയോൺമെന്റ് എന്ന് പറയുന്നത് ബിസിനസിന്റെ പുറത്തുള്ള, അതായത് മാക്രോയിൽ വരും. അതില് ഈ പറയുന്ന ആള്, ബിസിനസിന്റെ ചുറ്റുമുള്ള പീപ്പിൾ, അതിലുള്ള കൾച്ചർ അല്ലെ, ആളുകളുടെ ലൈഫ് സ്റ്റൈൽ, ട്രഡീഷൻ, വാല്യൂ, ഇതൊക്കെ സോഷ്യൽ എൻവയോൺമെന്റിൽ നമുക്ക് പഠിക്കുന്നത്. ദെൻ ലീഗൽ എൻവയോൺമെന്റ് ബിസിനസ് ഫോളോ ചെയ്യേണ്ട ലോസും റൂൾസും റെഗുലേഷൻസും ഒക്കെയാണ് ലീഗൽ എൻവയോൺമെന്റ്. അവിടെ ഈ ലേബർ ലോ, കൺസ്യൂമർ പ്രൊട്ടക്ഷൻ, ഇങ്ങനെയുള്ള ഫോറിൻ ലോസ് ഉണ്ട് അല്ലെ. ഫോറിൻ എക്സ്ചേഞ്ച് മാനേജ്മെന്റ് ആക്ട് പോലെയുള്ള ലോസ് ഉണ്ട്. ദെൻ എക്കണോമിക് എൻവയോൺമെന്റിൽ നമ്മൾ ഈ മോണിറ്ററി റിലേറ്റഡ് ആയിട്ടുള്ള ഇൻഫ്ലേഷൻ, ഇൻട്രസ്റ്റ് റേറ്റ്, എക്കണോമിക് ഗ്രോത്ത്, ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം എക്കണോമിക് എൻവയോൺമെന്റിലാണ് പഠിക്കുന്നത്. ഓക്കെ, നമുക്ക് നെക്സ്റ്റ് ചോദ്യത്തിലേക്ക് പോകാം. ഇന്റഗ്രേഷൻ ഓഫ് മാർക്കറ്റ് ഇംപ്ലൈസ്. ഇന്റഗ്രേഷൻ ഓഫ് മാർക്കറ്റ് ഒന്ന് പറഞ്ഞേ.
യെസ്, ഇന്റഗ്രേഷൻ ഓഫ് മാർക്കറ്റ് എന്ന് പറയുന്നത് ഇതെല്ലാം വരും. അതായത് നമ്മളിപ്പം നമ്മുടെ ഇന്ത്യൻ എക്കണോമിയെ ഗ്ലോബൽ എക്കണോമിയുമായിട്ട് അല്ലെങ്കിൽ ഒരു ഇന്റർനാഷണൽ മാർക്കറ്റുമായിട്ട് ഇന്റഗ്രേറ്റ് ചെയ്യുമ്പോൾ അവിടെ എന്തൊക്കെ കാര്യങ്ങളാ സംഭവിക്കുന്നത്? അത് ഇന്ത്യൻ എക്കണോമിയെ നമ്മൾ ഒരു യു എസുമായിട്ട് ഇന്റഗ്രേറ്റ് ചെയ്യുന്നു. ഇപ്പൊ യു എസിലുള്ളവർക്ക് ഇന്ത്യയിൽ വന്ന സാധനങ്ങൾ വിൽക്കാം, ഇന്ത്യയിലുള്ളവർക്ക് യു എസിൽ പോയിട്ട് വിൽക്കാൻ വാങ്ങാം. അപ്പൊ ഇങ്ങനെ ഈ മാർക്കറ്റ്സ് ഇന്റഗ്രേറ്റ് ചെയ്യുമ്പോൾ അവിടെ നമുക്ക് ഒരു രാജ്യത്ത് വൈഡർ ചോയ്സ് ഓഫ് ഗുഡ്സ് ഉണ്ട് അല്ലെ? നമുക്ക് നമ്മുടെ രാജ്യത്തു നിന്നുള്ള സാധനങ്ങൾ മാത്രമല്ല, അതിലുപരി മറ്റു രാജ്യങ്ങളിൽ നിന്ന് വരുന്ന സാധനങ്ങൾ നമുക്ക് എന്ത് ചെയ്യാം, അവിടെ ഒരു വൈഡർ ചോയ്സ് കിട്ടുന്നുണ്ട് കസ്റ്റമേഴ്സിന്. അതേപോലെ അവിടെ സെല്ലേഴ്സിനാണെങ്കിൽ അവരുടെ ഡൊമസ്റ്റിക് മാർക്കറ്റിന് പുറത്ത് പോയിട്ട് അവർക്ക് എന്ത് ചെയ്യാം, വിൽക്കാം, സാധനങ്ങൾ വിൽക്കാൻ പറ്റും. സെല്ലേഴ്സിനും ബെനിഫിറ്റ് അല്ലേ? ഇന്ത്യയിൽ തന്നെ അത് വിൽക്കാതെ ഇന്ത്യക്ക് പുറത്ത് മറ്റിപ്പോ യു എസ് ആണെങ്കിൽ യു എസിലും അവരുടെ പ്രൊഡക്റ്റുകൾ വിൽക്കാൻ പറ്റും. ദെൻ കോമ്പറ്റീറ്റീവ് പ്രൈസ്, മാർക്കറ്റ് ഇന്റഗ്രേറ്റ് ചെയ്യുമ്പോൾ ഉള്ള വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ് ഈ കോമ്പറ്റീറ്റീവ് പ്രൈസ് എന്ന് പറയുന്നത്. ഇന്ത്യൻ മാർക്കറ്റും യു എസുമായിട്ട് ഇന്റഗ്രേറ്റ് ചെയ്തു. അപ്പൊ നമുക്ക് ഇന്ത്യയിലുള്ള പ്രൊഡക്റ്റ് മാത്രമല്ല യു എസിലുള്ള പ്രൊഡക്റ്റും നമുക്ക് ഇവിടെ കിട്ടും. അപ്പോൾ നമ്മുടെ ഡൊമസ്റ്റിക് പ്രൊഡക്റ്റും ഇന്റർനാഷണൽ പ്രൊഡക്റ്റും തമ്മിൽ ഒരു കോമ്പറ്റീഷൻ ഉണ്ടാവും. കോമ്പറ്റീഷൻ ഉണ്ടാവുമ്പോഴാണ് അവിടെ ഈ പ്രൈസ് വാറുകൾ നടക്കും അല്ലെ? പ്രൈസ് വാർ എന്ന് പറയുമ്പോൾ ഒരു കമ്പനി പ്രൊഡക്റ്റിന്റെ വില കുറയ്ക്കും, അപ്പൊ മറ്റു കമ്പനിക്കാരെന്ത് ചെയ്യും, അതിനെക്കാട്ടിലും കുറയ്ക്കും. കസ്റ്റമർ ബേസ് അവർക്ക് കിട്ടാൻ വേണ്ടിയിട്ടാണ് അവര് പല പ്രൈസിങ് സ്ട്രാറ്റജീസ് അഡോപ്റ്റ് ചെയ്യും, അങ്ങനെ പ്രൈസ് കുറയ്ക്കും. അപ്പൊ കസ്റ്റമേഴ്സിന് അവിടെ ഒരു കോമ്പറ്റീറ്റീവ് പ്രൈസ് കിട്ടും. അതായത് ഏറ്റവും വില കുറച്ചിട്ട് കസ്റ്റമേഴ്സ് ഉദ്ദേശിക്കുന്ന വിലയിൽ അല്ലെങ്കിൽ ഏറ്റവും കുറഞ്ഞ വിലയ്ക്ക് അവർക്ക് പ്രൊഡക്റ്റുകൾ കിട്ടും. ഇങ്ങനെ മാർക്കറ്റ് ഇന്റഗ്രേറ്റ് ചെയ്യുമ്പോൾ ഉള്ള ബെനിഫിറ്റുകളാണ് അല്ലെ? ഇതെല്ലാം നമ്മുടെ മാർക്കറ്റ് ഇന്റഗ്രേഷനിൽ വരുന്നതാണ്. യെസ്. നമുക്ക് അടുത്ത ചോദ്യം നോക്കാം. നിങ്ങൾക്ക് ബോറടിക്കുന്നുണ്ടോ? ഇങ്ങനെ പറഞ്ഞിട്ട് നിങ്ങൾക്ക് ബോറടിക്കുന്നുണ്ടോ? ഒരുപാട് സ്ട്രെസ് എടുത്തിട്ടേ പറയാൻ പറ്റാത്തോണ്ടാട്ടോ. ഓക്കെ ഓക്കെടാ, നമുക്ക് അടുത്ത ചോദ്യം നോക്കാം. ഫേം സ്പെസിഫിക് ബിസിനസ് എൻവയോൺമെന്റ് ഈസ് നോൺ ആസ്. നമ്മൾ ഫേം സ്പെസിഫിക് എൻവയോൺമെന്റിനെ പറയുന്ന പേരെന്താ? ഫേം സ്പെസിഫിക് ബിസിനസ് എൻവയോൺമെന്റ്. എല്ലാവരും ആൻസർ ചെയ്യണേ, ബാക്കിയുള്ളവരും കൂടെ. സംഗീതയും ആര്യയും മാത്രമേ ഉള്ളൂ കേട്ടോ ഇപ്പൊ ആൻസർ ചെയ്തുകൊണ്ടിരിക്കുന്നത് കണ്ടിന്യൂസ് ആയിട്ട്. നമ്മള് ഫേം സ്പെസിഫിക് എന്ന് പറയുമ്പോൾ ചില സിമ്പിൾ ചോദ്യങ്ങളാ, ഇങ്ങനത്തെ ഉള്ള ചില വാക്കുകൾ കൊണ്ടാണ് നമുക്ക് ഈ പോകുന്നത് കേട്ടോ, തെറ്റിപ്പോകുന്നത്. ഒന്ന് ആലോചിച്ച് നോക്കിക്കേ, ഫേം സ്പെസിഫിക് എന്ന് പറഞ്ഞാൽ എന്താ ഉദ്ദേശിച്ചിരിക്കുന്നത്? ഫേം സ്പെസിഫിക്. സ്നേഹയും പറഞ്ഞിട്ടുണ്ട്. എടാ, ഫേം സ്പെസിഫിക് എന്ന് പറഞ്ഞാൽ ഒന്ന് ആലോചിച്ച് നോക്കിക്കേ, ഒരു ഫേമിന് മാത്രമായിട്ട്, മനസ്സിലായോ? ഒരു ഫേമിനെ മാത്രം എഫക്ട് ചെയ്യുന്ന ഫാക്ടേഴ്സ് ആണ് ഈ പറയുന്നത്. ഒരു ഫേമിനെ മാത്രം എഫക്ട് ചെയ്യുന്നത്. ഫേമും ഇൻഡസ്ട്രിയും, അത് രണ്ടും തമ്മിലുള്ള വ്യത്യാസം നമുക്ക് അറിഞ്ഞൂടെ? ഫേമും ഇൻഡസ്ട്രിയും. ഇൻഡസ്ട്രി എന്ന് പറയുന്നത് എല്ലാ ഫേമുകളുടെയും ഒരു ഗ്രൂപ്പാ. ഇപ്പൊ നമ്മള് മൊബൈൽ ഫോൺ ഇൻഡസ്ട്രി അതൊരു ഇൻഡസ്ട്രിയാണ്. ഈ മൊബൈൽ ഫോൺ ഇൻഡസ്ട്രിയുടെ അണ്ടറിൽ വരുന്ന ഫേമുകൾ ഏതൊക്കെയാ? സാംസങ് ഉണ്ട്, ആപ്പിൾ ഉണ്ട്, പിന്നെ ഏതാ, ഓപ്പോയുണ്ട്, വിവോയുണ്ട്. ഇതെല്ലാം ഇൻഡസ്ട്രീസാ, അതായത് ഇൻഡിവിജ്വൽ ബിസിനസ്സുകളാണ്. ഇതൊക്കെ ഇൻഡിവിജ്വൽ ഫേമുകളാണ് കേട്ടോ. ഇപ്പൊ ആപ്പിള്, ഒപ്പോ, വിവോ, സാംസങ്, ഇതൊക്കെ ഫേമുകളാണ്. ഇവരെല്ലാം കൂടെ നമ്മൾ കൂട്ടിയിട്ട് പറയും മൊബൈൽ ഫോൺ ഇൻഡസ്ട്രി. മൊബൈൽ ഫോൺ ഇൻഡസ്ട്രിയിലുള്ള ഫേമുകളാണ്. അപ്പോൾ ഫേം എന്ന് പറയുന്ന ഇൻഡസ്ട്രി എന്ന് പറയുന്ന ഒരു ഗ്രൂപ്പ് ഓഫ് ഫേം എന്ന് പറയുന്നത് ഒരു ഇൻഡസ്ട്രിയുടെ അണ്ടറിലുള്ള ഒരു ഇൻഡിവിജ്വൽ ബിസിനസ്സാണ്. അപ്പോൾ ഒരു ഇൻഡിവിജ്വൽ ബിസിനസിനെ മാത്രം അഫക്ട് ചെയ്യുന്ന ഫാക്ടേഴ്സ് എന്ന് പറയുമ്പോൾ ഏതായിരിക്കും? ഒന്നും കൂടെ ഒന്ന് ആൻസർ ചെയ്തേ. ഈ ആൻസർ ചെയ്തവര് തന്നെ ഒന്നും കൂടി ഇനി ഒന്ന് ആൻസർ ചെയ്തേ. ഒരു ഫേമിനെ മാത്രം അഫക്ട് ചെയ്യുന്ന
അത് ഓരോ ഫേമുകൾക്കും ഡിഫറെന്റ് ആയിരിക്കും. യെസ്, ഇപ്പൊ നമുക്ക് കറക്റ്റ് ആൻസർ കിട്ടി അല്ലെ? യെസ്, മൈക്രോ ആണ് കേട്ടോ, മൈക്രോ. യെസ്, മൈക്രോ ആണ്. ഫേം സ്പെസിഫിക് എന്ന് പറയുമ്പോൾ അവിടെ മൈക്രോ വരും. ഒരു ഫേമിന് മാത്രമായിട്ട് വരുന്നതല്ലേ. മാക്രോ എന്ന് പറയുമ്പോൾ എന്താ? മാക്രോ എന്ന് പറയുമ്പോൾ എല്ലാ ഫേമുകളെയും, ഒരു ഇൻഡസ്ട്രിയിൽ വരുന്ന എല്ലാ ഫേമുകളെയും എഫക്ട് ചെയ്യുന്നതാണ് മാക്രോ എൻവയോൺമെന്റ്. ഇപ്പൊ നിയമത്തിൽ ഒരു ചേഞ്ച് വന്നു, ലോയിൽ ഒരു മാറ്റം വന്ന ആ ഇൻഡസ്ട്രിയിലുള്ള എല്ലാ ബിസിനസ്സുകൾക്കും അത് ബാധകമാണ്, എല്ലാ ഫേമുകൾക്കും അത് ബാധകമാണ്. പക്ഷേ കസ്റ്റമേഴ്സ്, സപ്ലയേഴ്സ്, എംപ്ലോയീസ്, ഇതൊക്കെ ഓരോ ഫേമുകൾക്കും ഡിഫറെന്റ് ആയിരിക്കും. അത് അവർക്ക് മാത്രമായിട്ടുള്ളതാണ്. അപ്പൊ അത് ഫേം സ്പെസിഫിക് ആയിട്ട് വരുന്ന എൻവയോൺമെന്റ് ആണ്. അതുകൊണ്ടാണ് നമ്മളെ മൈക്രോയെ ഇങ്ങനെയും പറയാറുണ്ട് കേട്ടോ. മൈക്രോയെ തന്നെയാണ് നമ്മൾ ഫേം സ്പെസിഫിക് എൻവയോൺമെന്റ് എന്നും പറയുന്നത്. യെസ്. അടുത്ത ചോദ്യം നോക്കിക്കേ. Which of the following is controllable factor in business environment? പല തരത്തിലാട്ടോ നമുക്ക് ഈ ചോദ്യങ്ങൾ ചോദിക്കുന്നത്, പല രീതിയിൽ ചോദിക്കും. കൺട്രോളബിൾ ഫാക്ടർ ഏതാണെന്നാണ് അല്ലെ? കൺട്രോളബിൾ, ബിസിനസ്സിന് കൺട്രോൾ ചെയ്യാൻ പറ്റുന്നത്. അപ്പൊ നമ്മൾ എപ്പോഴും പഠിക്കുന്നതാ. മൈക്രോ എൻവയോൺമെന്റിലുള്ളതാണെങ്കിൽ ബിസിനസ്സിനെ കൺട്രോൾ ചെയ്യാം. മാക്രോയിലാണെങ്കിൽ ബിയോണ്ട് ആണ്, ബിസിനസിന്റെ കൺട്രോളിന് പുറത്താണ്. ഇതില് പൊളിറ്റിക്കൽ ഫാക്ടേഴ്സും ടെക്നോളജിയും എക്കണോമിക് പോളിസിയും ഒക്കെ ഒരു ബിസിനസിനെ കൊണ്ട് കൺട്രോൾ ചെയ്യാൻ പറ്റത്തില്ല, ഒരു ഇൻഡിവിജ്വൽ ബിസിനസ്സിന് കൺട്രോൾ ചെയ്യാൻ പറ്റുന്നതല്ല. അവരുടെ മാർക്കറ്റിംഗ് മിക്സ് എന്ന് പറയുന്നത് എന്താണ്? കൺട്രോളബിൾ ആണ് അല്ലെ? അത് ഓരോ കമ്പനിക്കും അല്ലെങ്കിൽ ഓരോ ഫേമുകൾക്കും അവരുടേതായിട്ടുള്ള മാർക്കറ്റിംഗ് മിക്സ് ആയിരിക്കും. അത് പല തരത്തിലുള്ള, അതായത് അവർക്ക് പ്രൊഡക്റ്റും അതിന്റെ പ്രൈസും പ്രൊമോഷനും അല്ലെ. നമ്മൾ മാർക്കറ്റിംഗ് മിക്സ് എന്ന് പറയുന്നത് പല തരത്തിൽ നമ്മൾ പഠിക്കും. മാർക്കറ്റിംഗ് മിക്സ് പലർക്കും പല ഡെഫിനിഷൻസാ. 4P ഉണ്ട്, 7P ഉണ്ട്, 4C ഉണ്ട്. ഇതൊക്കെ മാർക്കറ്റിംഗ് മിക്സുകളാണ്. സോ ഇവിടെ മാർക്കറ്റിംഗ് മിക്സ്, അതായത് പ്രൊഡക്റ്റോ പ്രൈസോ പ്ലേസോ പ്രൊമോഷനോ ഇങ്ങനെയുള്ള ഫാക്ടേഴ്സ് എല്ലാം ഒരു ബിസിനസ് അവരുടേതായിട്ടുള്ള അവരുടെ കൺട്രോളിൽ വരുന്നതാണ് അല്ലെ? എന്ത് പ്രൊഡക്റ്റ് മാനുഫാക്ചർ ചെയ്യണം, എന്ത് പ്രൈസ് ഇടണം, എവിടെ ഇത് വിൽക്കണം, ഇതിന്റെ പ്രൊമോഷൻ എങ്ങനെ ഇത് പ്രൊമോട്ട് ചെയ്യണം ഈ പ്രൊഡക്റ്റിനെ, ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം ഒരു ബിസിനസിന്റെ കൺട്രോളിൽ വരും. യെസ്. അടുത്ത ചോദ്യം നോക്കിക്കേ. മോണിറ്ററി പോളിസി. നമ്മൾ മോണിറ്ററി പോളിസിയും ഫിസ്ക്കൽ പോളിസിയും ഒക്കെ പഠിക്കുന്നതാണ്. മോണിറ്ററി പോളിസി ഫോർമുലേറ്റ് ചെയ്യുന്നത് ആരാണ്? എല്ലാവരും ആൻസർ ചെയ്തോണേ. എയും സിയും ആണല്ലേ കൺഫ്യൂഷൻ? മോണിറ്ററി പോളിസി ഫിനാൻസ് മിനിസ്ട്രി ആണോ റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ ആണോ? മോണിറ്ററി പോളിസി എന്ന് പറയുന്നത് RBI ആണ് കേട്ടോ. RBI ആണ് ഫോർമുലേറ്റ് ചെയ്യുന്നത്. സി ആണ് കറക്റ്റ് ആൻസർ. നമ്മൾ ഈ മോണിറ്ററി പോളിസിയും ഫിസ്ക്കൽ പോളിസിയും പഠിച്ചിട്ടില്ലേ? മോണിറ്ററി പോളിസി എന്ന് പറയുന്നത് ഒരു രാജ്യത്തിന്റെ സെൻട്രൽ ബാങ്ക്, ഇന്ത്യയുടെ ആണെങ്കിൽ RBI ആണല്ലോ സെൻട്രൽ ബാങ്ക്. അപ്പോ ഈ RBIയുടെ ഒരു പോളിസിയാണ് ഈ മോണിറ്ററി പോളിസി. എന്തിനു വേണ്ടിയിട്ടാ? നമ്മുടെ രാജ്യത്തെ മണി സപ്ലൈ കൺട്രോൾ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള പോളിസിയാണ് മോണിറ്ററി പോളിസി എന്ന് പറയുന്നത്. സോ മണി സപ്ലൈ കൺട്രോൾ ചെയ്യാനും അതേപോലെ ഇൻഫ്ലേഷൻ, പ്രൈസ് സ്റ്റെബിലിറ്റി, ഇതിനൊക്കെ വേണ്ടിയിട്ട് കൊണ്ടുവന്നിട്ടുള്ളതാണ് ഈ മോണിറ്ററി പോളിസി. മോണിറ്ററി പോളിസിയുടെ അണ്ടറിൽ വരുന്ന ടൂളുകളാണ് റിപ്പോ, റിവേഴ്സ് റിപ്പോ, CRR, SLR, ഓപ്പൺ മാർക്കറ്റ് ഓപ്പറേഷൻസ് ഒക്കെ. ഇത്
എക്സ്റ്റേണൽ ആയിട്ട് ഞാൻ എടുത്തിട്ടൊരു ചോദ്യമാണ് കേട്ടോ. ഇത് TYQ അല്ല, എന്നാലും നിങ്ങൾക്ക് ഒന്ന് അറിഞ്ഞിരിക്കാൻ വേണ്ടി എടുത്തിട്ടതാണ്. പിന്നെ ഫിസ്ക്കൽ പോളിസി ഉണ്ട്. ഫിസ്ക്കൽ പോളിസി ആരാണ്? ഫിസ്ക്കൽ പോളിസി ആരാ ഫോർമുലേറ്റ് ചെയ്തിട്ടുള്ളത്? ആരാന്ന് പറയാമോ? മോണിറ്ററി പോളിസി എന്ന് പറയുന്നത് നമ്മുടെ സെൻട്രൽ ബാങ്ക് RBI. ഫിസ്ക്കൽ പോളിസിയോ ആർക്കെങ്കിലും അറിയാമോ? ഫിസ്ക്കൽ പോളിസി കൺട്രോൾ ചെയ്യുന്നത് ഗവൺമെന്റ് ആണ് കേട്ടോ. ഗവൺമെന്റ്. മോണിറ്ററി പോളിസി എന്ന് പറയുന്നത് സെൻട്രൽ ബാങ്കും, ഫിസ്ക്കൽ പോളിസി ഗവൺമെന്റ് ആണ്. ഗവൺമെന്റ് കൺട്രോൾ ചെയ്യുന്നതാണ് ഫിസ്ക്കൽ പോളിസി. അതും നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ ഫിസ്ക്കൽ പോളിസിയും നമ്മുടെ രാജ്യത്തിനകത്തുള്ള ഈ പറയുന്ന അൺഎംപ്ലോയ്മെന്റും അതേപോലെ ഇൻഫ്ലേഷനും ഒക്കെ കൺട്രോൾ ചെയ്യാനായിട്ട് ഗവൺമെന്റ് എടുക്കുന്ന ഒരു പോളിസിയാണ് ഫിസ്ക്കൽ പോളിസി. അവിടെ ഗവൺമെന്റ് സ്പെൻഡിങ്ങും ടാക്സേഷനും ഉപയോഗിച്ചിട്ടാണ് ഇവർ എന്ത് ചെയ്യുന്നത്? മണി സപ്ലൈ കൺട്രോൾ ചെയ്യുന്നത്. ഗവൺമെന്റ് സ്പെൻഡിങ്ങും ടാക്സേഷനും ഫിസ്ക്കൽ പോളിസിയിൽ. മോണിറ്ററി പോളിസിയിലാണെങ്കിൽ ഇൻട്രസ്റ്റ് റേറ്റുകൾ ഉണ്ടല്ലോ, ഇൻട്രസ്റ്റ് റേറ്റുകളൊക്കെ യൂസ് ചെയ്തിട്ടാണ് സെൻട്രൽ ബാങ്ക് മണി സപ്ലൈ കൺട്രോൾ ചെയ്യുന്നത്. ഇപ്പോ നമ്മുടെ രാജ്യത്ത് ഇൻഫ്ലേഷനാ, അതായത് പണത്തിന്റെ മൂല്യം കുറയുന്നു. എല്ലാവരുടെയും കയ്യിൽ എന്താണ്? ഇഷ്ടംപോലെ പണപ്പെരുപ്പം വരികയാണ്, അതല്ലേ ഇൻഫ്ലേഷൻ. ഒരുപാട് മണി സപ്ലൈ കൂടും. മണി സപ്ലൈ കൂടുമ്പോഴാണ് നമ്മുടെ വാല്യൂ കുറയുന്നത്. അപ്പൊ മണി സപ്ലൈ കൂടുമ്പം സെൻട്രൽ ഗവൺമെന്റ് അല്ല, സെൻട്രൽ ബാങ്ക് അവരുടെ മോണിറ്ററി പോളിസിയുടെ ഭാഗമായിട്ട് അവരെന്ത് ചെയ്യും? ഇൻട്രസ്റ്റ് റേറ്റ് വെച്ചാ കളിക്കുന്നത് കേട്ടോ. ഇൻട്രസ്റ്റ് റേറ്റ്. അപ്പൊ മണി സപ്ലൈ കൂടുമ്പം ഇൻട്രസ്റ്റ് റേറ്റ് കൂട്ടും. ഇൻട്രസ്റ്റ് റേറ്റ് കൂട്ടുമ്പോ എന്താ സംഭവിക്കുന്നത്? ബാങ്കുകളിൽ നിന്നുള്ള ലോണുകൾ കോസ്റ്റ്ലിയർ ആകും. ബാങ്കുകളിൽ നിന്ന് ലോൺ എടുക്കുമ്പോൾ ഒരുപാട് ഇൻട്രസ്റ്റ് തിരിച്ചടക്കേണ്ടി വരും. അപ്പോൾ അതുവഴി ഈ ഇൻഫ്ലേഷൻ എന്ത് ചെയ്യാൻ പറ്റും? കുറയ്ക്കാൻ പറ്റും. ഇനി നമ്മുടെ നാട്ടില് മണി സപ്ലൈ കുറഞ്ഞു, ഡിഫ്ലേഷൻ ആണ്, ആരുടെയും കയ്യിൽ പൈസ ഇല്ല, മണി സപ്ലൈ കുറയുന്ന ഒരു അവസ്ഥയാണെങ്കിൽ നേരെ തിരിച്ച് ഇൻട്രസ്റ്റ് റേറ്റ് കുറയ്ക്കും. സെൻട്രൽ ബാങ്ക് ഇൻട്രസ്റ്റ് റേറ്റ് കുറയ്ക്കുമ്പോൾ എല്ലാവർക്കും ഈസി ആയിട്ട് ലോണുകൾ കിട്ടും, എല്ലാവർക്കും ലോൺ എടുക്കാം. അങ്ങനെ എല്ലാവരുടെയും കയ്യിൽ എന്ത് കിട്ടും? അവർക്ക് ഇനഫ് ആയിട്ടുള്ള മണി കിട്ടും. ഇനി ഇതേപോലെ സിമ്പിൾ ആയിട്ട് പറഞ്ഞു പോയതാണ് കേട്ടോ. ഇനി ഇതുപോലെ ഫിസ്ക്കൽ പോളിസി ഗവൺമെന്റിന്റെ ആണ് കേട്ടോ. ഗവൺമെന്റ് ഇപ്പൊ മോണിറ്ററി പോളിസിയിൽ നമ്മൾ ഇൻട്രസ്റ്റ് റേറ്റുകൾ ഉപയോഗിച്ചിട്ടാണ് മണി സപ്ലൈ കൺട്രോൾ ചെയ്യുന്നത്. ഫിസ്ക്കൽ പോളിസിയിലാണെങ്കിൽ ഗവൺമെന്റിന്റെ സ്പെൻഡിങ്ങും ടാക്സേഷനും ആണ് എന്ത് ചെയ്യുന്നത്? ഗവൺമെന്റ് യൂസ് ചെയ്യുന്നത് കേട്ടോ. അപ്പോ ഫിസ്ക്കൽ പോളിസിയുടെ ഭാഗമായിട്ട് ഇപ്പൊ നമ്മുടെ നാട്ടിൽ നേരത്തെ പറഞ്ഞ പോലെ ഇൻഫ്ലേഷൻ വന്നു. ഇൻഫ്ലേഷൻ വരുമ്പോ എന്താ? പണത്തിന്റെ മൂല്യം കുറഞ്ഞു, ഒരുപാട് മണി സപ്ലൈ കൂടുമ്പം ഗവൺമെന്റ് എന്ത് ചെയ്യും? ടാക്സ് റേറ്റ് കൂട്ടും. ടാക്സ് റേറ്റ് കൂട്ടിയിട്ട് ഗവൺമെന്റിന്റെ സ്പെൻഡിങ് കുറയ്ക്കും. ഗവൺമെന്റ് സ്പെൻഡിങ് എന്ന് പറയുന്നത് ഗവൺമെന്റ് നമ്മുടെ നാടിന് വേണ്ടിയിട്ട് വികസനത്തിന് വേണ്ടിയൊക്കെ ഈ റോഡും സ്കൂളും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യത്തില്ലേ? അപ്പൊ അങ്ങനെയുള്ള സ്പെൻഡിങ് കുറച്ചിട്ട് ടാക്സ് അങ്ങ് കൂട്ടും. അപ്പൊ ആളുകളുടെ കയ്യിൽ നിന്ന് കുറെ പൈസ ഇങ്ങനെ തിരിച്ചു പിടിക്കാം, മണി സപ്ലൈ എന്ത് ചെയ്യാം? കൺട്രോൾ ചെയ്യാം. ഇനി നേരെ തിരിച്ച് നമ്മുടെ എക്കണോമിയിൽ ഒരു സ്ലോ ഡൗൺ ആണ്, എക്കണോമി ഗ്രോത്ത് ഇല്ല, അല്ലെങ്കിൽ അവിടെ ഡിഫ്ലേഷൻ ആണ്, മണി സപ്ലൈ ഇല്ല എന്നുണ്ടെങ്കിൽ നേരെ തിരിച്ച് ടാക്സ് കുറച്ചിട്ട് ഗവൺമെന്റ് സ്പെൻഡിങ് കൂട്ടും. ഇതാണ് ഫിസ്ക്കൽ പോളിസിയിൽ നടക്കുന്നത്. ഓക്കെ, നമുക്ക് അടുത്ത ചോദ്യം നോക്കാം. ഇപ്പൊ നമ്മൾ പറഞ്ഞ കാര്യമാണ്. ഇനി ഇത് വേഗം ആൻസർ ചെയ്യാലോ. ഫിസ്ക്കൽ പോളിസി ഈസ് കൺസേൺഡ് വിത്ത്, വേഗം പറഞ്ഞേ. നമ്മൾ പഠിച്ചു മോണിറ്ററി പോളിസിയിൽ ഇൻട്രസ്റ്റ് റേറ്റുകളാണ് യൂസ് ചെയ്യുന്നത് മണി സപ്ലൈ കൺട്രോൾ ചെയ്യാൻ. ഫിസ്ക്കൽ പോളിസിയിൽ ടാക്സേഷനും ഗവൺമെന്റ് സ്പെൻഡിങ് അല്ലെ, ഗവൺമെന്റ് എക്സ്പെൻഡിച്ചറും ടാക്സേഷനും വെച്ചിട്ടാണ് ഫിസ്ക്കൽ പോളിസിയിൽ ഗവൺമെന്റ് മണി സപ്ലൈ കൺട്രോൾ ചെയ്യുന്നത്. യെസ്, നമുക്ക് അടുത്ത ചോദ്യം നോക്കാം. Stability of government is important because എന്തുകൊണ്ടാണ് സ്റ്റെബിലിറ്റി ഓഫ് ഗവൺമെന്റ് ഇമ്പോർട്ടന്റ് ആണെന്ന് പറയാൻ കാരണം? അതായത് നമ്മൾ ഈ പൊളിറ്റിക്കൽ എൻവയോൺമെന്റിൽ നമ്മൾ പഠിക്കും
പൊളിറ്റിക്കൽ ഇൻസ്റ്റെബിലിറ്റി വരുവാണെങ്കിൽ, അതായത് എപ്പോഴും ഈ നിയമം മാറി വരുന്നു, ഗവൺമെന്റ് മാറി വരുന്നു, ഈ ഗവൺമെന്റും നിയമവും ഒക്കെ മാറി 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 വരുവാണെങ്കിൽ, അവിടെ ഇൻസ്റ്റെബിലിറ്റി വരുവാണെങ്കിൽ, ഒന്ന് ആലോചിച്ച് നോക്കിക്കേ. ഇപ്പൊ ഇരിക്കുന്ന ഗവൺമെന്റ് അല്ല അടുത്ത വർഷം, അതിന്റെ അടുത്ത വർഷം വീണ്ടും ഗവൺമെന്റ് മാറും. ഇങ്ങനെ കൂടെ 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 ഗവൺമെന്റ് മാറുന്ന ഒരു എക്കണോമി ആണെങ്കിൽ അവിടുത്തെ പ്രശ്നം എന്താ? ഓരോ ഗവൺമെന്റ് വരുമ്പോഴും ഓരോ നിയമങ്ങളായിരിക്കും, അല്ലെങ്കിൽ ഓരോ റൂളുകളായിരിക്കും. അപ്പൊ ഇപ്പൊ നമ്മൾ പൊയ്ക്കൊണ്ടിരിക്കുന്ന രീതിയിലായിരിക്കത്തില്ല ബിസിനസ്സുകൾക്ക് പിന്നെ പോകേണ്ടത്. ഓരോ ഗവൺമെന്റ് മാറുമ്പോഴും ഓരോ നിയമങ്ങളും ഭരണങ്ങളും മാറും, അല്ലെ? അങ്ങനെ മാറുന്നതനുസരിച്ച് ബിസിനസ്സിന് ഇനി വരാൻ പോകുന്ന കാര്യം അവർക്ക് എന്ത് ചെയ്യാൻ പറ്റത്തില്ല, പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റത്തില്ല. ഇനി അടുത്ത വർഷം ഇങ്ങനെ തന്നെ ആണോ, ഇതേ നിയമം തന്നെ ആണോ, അവർക്കൊരു ബിസിനസ് തുടങ്ങണമെങ്കിൽ ഇങ്ങനെയുള്ള എന്താ പറയാ പ്രൊസീജിയറുകൾ തന്നെയാണോ എന്നൊന്നും നമുക്ക് പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റത്തില്ല. ഗവൺമെന്റ് ഇങ്ങനെ മാറിക്കൊണ്ടിരിക്കുമ്പോൾ ആ നിയമങ്ങളും മാറും. അപ്പോ ഈ പറയുന്ന പൊളിറ്റിക്കൽ സ്റ്റെബിലിറ്റി വേണം, അല്ലെങ്കിൽ ഗവൺമെന്റ് സ്റ്റേബിൾ ആയിരിക്കണം എന്ന് പറയുന്നത്, ഇപ്പൊ കുറെ ഒരു 10-20 വർഷം 15 വർഷം കൊണ്ട് ഒരേ ഗവൺമെന്റ് തന്നെ ഭരിക്കുവാണെങ്കിൽ അവിടെ ഒരു സ്റ്റെബിലിറ്റി ഉണ്ട്. അവിടുത്തെ ബിസിനസ്സുകൾക്ക് എന്താ പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റത്തില്ലേ? അവർക്ക് ഇനി വരാൻ പോകുന്ന കാര്യങ്ങളൊക്കെ എന്ത് ചെയ്യാം, പ്രെഡിക്റ്റ് ചെയ്യാനായിട്ട് പറ്റും. കാരണം നിയമം മാറുന്നില്ല, അല്ലെങ്കിൽ ആ ഭരണം മാറുന്നില്ല. സോ എപ്പോഴും ഗവൺമെന്റ് സ്റ്റെബിലിറ്റി വേണമെന്ന് പറയാൻ കാരണം എന്തുകൊണ്ടാണ്? ഇറ്റ് എൻഷുർ പ്രെഡിക്റ്റബിൾ ബിസിനസ് കണ്ടീഷൻസ്, അല്ലെ? പ്രെഡിക്റ്റബിൾ ബിസിനസ് കണ്ടീഷൻസ്. നമ്മുടെ ബിസിനസിന്റെ മുന്നോട്ടുള്ള കാര്യങ്ങൾ നമുക്ക് ഈ ഒരു പൊളിറ്റിക്കൽ സ്റ്റെബിലിറ്റി ഉണ്ടെങ്കിലേ പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റത്തുള്ളൂ. നമുക്ക് അടുത്ത ചോദ്യം നോക്കാം. obsolete technology leads to. ഇതൊക്കെ നമ്മൾ നേരത്തെ പറഞ്ഞില്ലേ, ബിസിനസ് എൻവയോൺമെന്റുകൾ, അതിൽ ഓരോന്നും ഇല്ലേ. ഇപ്പം ടെക്നോളജി എന്ന് പറയുന്നത് ഏത് എൻവയോൺമെന്റിൽ വരും? അങ്ങനെ ചോദിക്കുന്നതിലുപരി ഇതിൽ നിന്ന് ഇങ്ങനെ ഡെപ്തായിട്ട് ചോദ്യങ്ങൾ ചോദിക്കും കേട്ടോ. ഒബ്സലീറ്റ് ടെക്നോളജി ഒബ്സലീറ്റ് ആവുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ? ടെക്നോളജി അത് ഉപയോഗശൂന്യമാകുന്നു, അല്ലെങ്കിൽ ഔട്ട്ഡേറ്റഡ് ആയി പോകുന്നു, അല്ലെ? അങ്ങനെ ടെക്നോളജി ഔട്ട്ഡേറ്റഡ് ആയി, അല്ലെങ്കിൽ അത് പഴയതായി, അങ്ങനെയാണെങ്കിൽ നമ്മുടെ കോസ്റ്റും കൂടും, അതേപോലെ ഇൻഎഫിഷ്യൻസി ഉണ്ടാകും, അല്ലെ? പുതിയ ടെക്നോളജി വരുമ്പോൾ എപ്പോഴും നമുക്കറിയാം, ടെക്നോളജി മാറുമ്പോൾ എപ്പോഴും നേരത്തെ ഉള്ളതിനെക്കാട്ടി ബെറ്റർ ആയിട്ടേ പുതിയ ടെക്നോളജീസ് വരുള്ളൂ. ഇപ്പൊ എക്സിസ്റ്റിംഗ് ആയിട്ടുള്ള ടെക്നോളജിയിൽ എന്തൊക്കെ പോരായ്മകളുണ്ടോ അതെല്ലാം മാറ്റിയിട്ട്, അല്ലെ, അതെല്ലാം അഡ്രസ് ചെയ്തിട്ടായിരിക്കും പുതിയൊരു ടെക്നോളജി വരുന്നത്. അപ്പൊ ഈ നമ്മൾ ഉപയോഗിക്കുന്നത് പഴയ ടെക്നോളജി ആണെങ്കിൽ നമ്മുടെ കോസ്റ്റ് കൂടുതലായിരിക്കും, ബിസിനസ്സിന് ഇൻഎഫിഷ്യന്റ് ആയിട്ട് ബിസിനസ് വർക്ക് ചെയ്യേണ്ടി വരും. അപ്പൊ പുതിയ ടെക്നോളജി വരുന്ന അനുസരിച്ച് അത് അഡോപ്റ്റ് ചെയ്യണം, എന്നാലേ ബിസിനസ്സിന് എപ്പോഴും ആ ഒരു ബിസിനസിന്റെ ആ ഒരു എക്കണോമിയിൽ അവർക്ക് കോമ്പറ്റീറ്റീവ് ആയിട്ട് നിൽക്കാൻ പറ്റുള്ളൂ. യെസ്, ഇവിടെ ഓപ്ഷൻ ബി ആണ് കറക്റ്റ് ആൻസർ. നെക്സ്റ്റ് വൺ നോക്കിക്കേ. പൊളിറ്റിക്കൽ ഇൻസ്റ്റെബിലിറ്റി ഇൻ എ കൺട്രി പ്രൈമർലി അഫക്ട്. നമ്മൾ നേരത്തെ പറഞ്ഞില്ലേ പൊളിറ്റിക്കൽ ഇൻസ്റ്റെബിലിറ്റി എല്ലാവരെയും എഫക്ട് ചെയ്യും, എന്നാലും അവിടെ പ്രൈമറി ആയിട്ട് നമ്മൾ പറയുവാണെങ്കിൽ എഫക്ട് ചെയ്യുന്നത് ആരെ ആയിരിക്കും? യെസ്, ഓപ്ഷൻ സി ആണ്, അല്ലെ? ഇൻവെസ്റ്റ്മെന്റ് ആൻഡ് ബിസിനസ് കോൺഫിഡൻസ്. അപ്പോ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ എപ്പോഴും ഗവൺമെന്റ് ഇങ്ങനെ മാറി 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 വരുവാണെങ്കിൽ ഈ പറയുന്ന ഇൻവെസ്റ്റേഴ്സിനെ ഇൻവെസ്റ്റേഴ്സ് ഉണ്ട്, എക്സ്റ്റേണൽ ഇൻവെസ്റ്റേഴ്സിനെ അവരുടെ കോൺഫിഡൻസിനെ ബാധിക്കും, ബിസിനസിന്റെ കോൺഫിഡൻസിനെ ബാധിക്കും. എല്ലാവർക്കും ഇതൊരു എന്താ പറയുന്നത്, പൊളിറ്റിക്കൽ ഇൻസ്റ്റെബിലിറ്റി എന്ന് പറയുമ്പോൾ ബിസിനസിന് അവർക്കിനി നെക്സ്റ്റ് എന്താണ്, അല്ലെങ്കിൽ അടുത്ത ഗവൺമെന്റ് വരുമ്പോൾ എങ്ങനെയാണ് മുന്നോട്ട് പോകേണ്ടത് എന്നൊരു കാര്യത്തിൽ അവർക്കൊരു ഉറപ്പില്ല. അതേപോലെ ബിസിനസിന്റെ ഇൻവെസ്റ്റ്മെന്റിലും അങ്ങനെ തന്നെയാണ് കേട്ടോ. ബിസിനസിന്റെ ഇൻവെസ്റ്റ്മെന്റ് എന്ന് പറഞ്ഞാൽ ഇപ്പൊ നമ്മളൊരു കമ്പനി തുടങ്ങിയിട്ടുണ്ട്, ഇനിയിപ്പോ നമുക്ക് അടുത്തൊരു ബ്രാഞ്ച് ഉടനെ തന്നെ ഏതെങ്കിലും ഒരു സ്ഥലത്തേക്ക് പുതിയൊരു ബ്രാഞ്ച് സ്റ്റാർട്ട് ചെയ്യണം. അതൊരു ഇൻവെസ്റ്റ്മെന്റാണ്, അത് ബിസിനസിന്റെ ഒരു ഇൻവെസ്റ്റ്മെന്റ് ആണ്. അപ്പൊ അങ്ങനെ അത് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ ഉള്ളൊരു
ഈ പൊളിറ്റിക്കൽ ഇൻസ്റ്റെബിലിറ്റി ഉണ്ടെങ്കിൽ എപ്പോഴും ഭരണം മാറുവാണെങ്കിൽ അത് ആ ഒരു ഇൻവെസ്റ്റ്മെന്റ് കോൺഫിഡൻസിനെയും ബാധിക്കും. കാരണം ഇവര് ഇപ്പൊ ഈ ഇന്ന സ്ഥലത്ത് പോയിട്ട് ഇങ്ങനെ ഒരു ബ്രാഞ്ച് സ്റ്റാർട്ട് ചെയ്താൽ അല്ലെങ്കിൽ ഒരു പ്ലാന്റ് അവിടെ പോയിട്ട് സ്ഥാപിച്ചാൽ ഇപ്പൊ ഇരിക്കുന്ന ഗവൺമെന്റ് അത് സമ്മതിക്കുന്നു. ഇനി ഇതുകൊണ്ട് അവിടെ വെച്ച് കഴിയുമ്പോൾ അടുത്ത വരുന്ന ഗവൺമെന്റ് പറയുവാണ് ഇന്ന സ്ഥലത്ത് ഇങ്ങനത്തെ പ്ലാന്റ് വെക്കാനായിട്ട് പറ്റത്തില്ല. കുറെ നൂലാമാല ഉണ്ടല്ലോ, റൂറൽ ഏരിയ ആണെങ്കിൽ ഇത്ര കിലോമീറ്റർ മാറ്റിയിട്ടേ പറ്റുള്ളൂ. അങ്ങനെയൊക്കെയുള്ള പ്രശ്നങ്ങൾ വരുമ്പോൾ അവരത് പൊളിച്ചു കളയാനും പറയും അല്ലെ. നമ്മൾ ഇപ്പോഴത്തെ ഗവൺമെന്റ് അത് സമ്മതിച്ചു, നമ്മൾ അവിടെ കൊണ്ടൊരു പ്ലാന്റ് വെച്ചു. പ്ലാന്റ് നമുക്കറിയാലോ, പ്ലാന്റ് എന്ന് പറയുന്നത് എന്താ, ഈ ബിസിനസിന്റെ ഫാക്ടറീസ് ഒക്കെയാണ്. അപ്പൊ ആ ഫാക്ടറീസ് ഒക്കെ നമ്മൾ അവിടെ വെച്ചിട്ട് അടുത്ത ഗവൺമെന്റ് വരുമ്പോൾ ഇത് പൊളിക്കാൻ പറഞ്ഞു കഴിഞ്ഞാൽ അതും ബിസിനസിന്റെ ഇൻവെസ്റ്റ്മെന്റ് കോൺഫിഡൻസിനെ ബാധിക്കും. അതേപോലെ ഇൻവെസ്റ്റേഴ്സ് പുറത്ത് നിൽക്കുന്ന ഇൻവെസ്റ്റേഴ്സ്, നമ്മൾ ഈ ഷെയറുകൾ കമ്പനീസിന്റെ ഒക്കെ ഷെയറുകൾ വാങ്ങുമ്പോഴും അങ്ങനെ പുറത്ത് നിൽക്കുന്ന ഇൻവെസ്റ്റേഴ്സിന്റെ ഇൻവെസ്റ്റ്മെന്റിനെയും ഈ പറയുന്ന പൊളിറ്റിക്കൽ ഇൻസ്റ്റെബിലിറ്റി എന്ന് പറയുന്നത് അഫക്ട് ചെയ്യുന്നുണ്ട് കേട്ടോ. ബിസിനസ് ഇൻവെസ്റ്റ്മെന്റിനെയും അഫക്ട് ചെയ്യും, ബിസിനസ് കോൺഫിഡൻസിനെ അഫക്ട് ചെയ്യുന്നുണ്ട്. അപ്പൊ പൊളിറ്റിക്കൽ ഇൻസ്റ്റെബിലിറ്റി ഉണ്ടെങ്കിൽ ആ രാജ്യത്തിൽ നമ്മൾ പറയുന്ന പോലെ ഗ്രോത്ത് ഉണ്ടാകത്തില്ലെന്നാ പറയുന്നത്. ഓക്കെ, നെക്സ്റ്റ് ചോദ്യം നോക്കിക്കേ. മേജർ ഷെയർ ഇൻ ഇന്ത്യാസ് GDP. കറന്റ്ലി ഇന്ത്യയുടെ GDPയിലെ മേജർ ഷെയർ ഏത് സെക്ടറിൽ നിന്നാണ്? നേരത്തെ അഗ്രികൾച്ചർ ആയിരുന്നു കേട്ടോ, നേരത്തെ ആയിരുന്നു അഗ്രികൾച്ചറൽ സെക്ടർ, പണ്ട് അഗ്രികൾച്ചറൽ സെക്ടർ ആയിരുന്നു. എന്നാൽ ഇപ്പോ ഏത് സെക്ടറാണ്? സർവീസ് സെക്ടർ ആണ് കേട്ടോ. ഇന്ത്യയിലെ GDPയുടെ മേജർ ഷെയറും സർവീസ് സെക്ടർ ആണ്, സർവീസ് സെക്ടറിൽ നിന്നാണ്. ഇപ്പോ ഫുഡ് ഇൻഡസ്ട്രി ഉണ്ട്, അതേപോലെ തന്നെ നമ്മുടെ ഹോസ്പിറ്റാലിറ്റി, എഡ്യൂക്കേഷൻ, ഇങ്ങനെയുള്ള സർവീസ് സെക്ടേഴ്സ് ആണ് ഇന്ത്യയുടെ GDPയുടെ ഇപ്പോ കറന്റ്ലി മേജർ ഷെയറും ഹോൾഡ് ചെയ്യുന്നത്. അതായത് GDPയിൽ കൂടുതലും കോൺട്രിബ്യൂട്ട് ചെയ്യുന്നത് സർവീസ് സെക്ടറിൽ നിന്നാണ് കേട്ടോ. നേരത്തെ ഇത് അഗ്രികൾച്ചറൽ സെക്ടർ ആയിരുന്നു, കാരണം പണ്ടൊക്കെ നമ്മുടെ നാട്ടിൽ കൃഷിയായിരുന്നു കൂടുതൽ. അപ്പൊ നമ്മൾ ഈ സെക്ടേഴ്സ് പഠിക്കുമല്ലോ, പ്രൈമറി, സെക്കൻഡറി, ടെർഷറി എന്ന് പറഞ്ഞിട്ട്. അപ്പൊ നേരത്തെ പ്രൈമറി സെക്ടർ, അതായത് അഗ്രികൾച്ചറൽ സെക്ടർ ആയിരുന്നു ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ ഉണ്ടായിരുന്നത് കൃഷിയായിരുന്നു. കൃഷിയിൽ നിന്നായിരുന്നു നമ്മൾ കൂടുതൽ സാധനങ്ങൾ ഉൽപ്പാദിപ്പിക്കുന്നതും വിൽക്കുന്നതും ഒക്കെ. എന്നാൽ പിന്നീട് ഇപ്പൊ എന്ന് പറയുന്നത് കൃഷി കുറഞ്ഞു അല്ലെ, കൃഷി കുറഞ്ഞു. ദെൻ ഒരുപാട് ഫാക്ടറീസും ഈ പറയുന്നത് പോലെ മാനുഫാക്ചറിങ്ങും സർവീസ് സെക്ടേഴ്സ്, ടെർഷറി സെക്ടർ ആണ് സർവീസ് സെക്ടർ എന്ന് പറയുന്നത്. അപ്പൊ ഇപ്പൊ കൂടുതലും സർവീസ് സെക്ടർ ആണ് കൂടുതലും നമ്മുടെ ഇന്ത്യയിൽ GDPയിലേക്ക് കോൺട്രിബ്യൂട്ട് ചെയ്യുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കിക്കേ. പെർ ക്യാപിറ്റ ഇൻകം കാൽക്കുലേറ്റ് ചെയ്യുന്നതിന്റെ ഇത് കണക്കൊന്നും ചോദിക്കത്തില്ല. ചിലപ്പോൾ നിങ്ങൾക്ക് ഇങ്ങനെ ഒരു ഇക്വേഷൻ വന്നാൽ നമുക്ക് ആൻസർ ചെയ്യണമല്ലോ, ചിലപ്പോൾ ഇക്വേഷൻ ചോദിക്കാം. യെസ്, പെർ ക്യാപിറ്റ ഇൻകം A ആണ് കേട്ടോ. ടോട്ടൽ GDP ബൈ ടോട്ടൽ പോപ്പുലേഷൻ. ടോട്ടൽ GDP അല്ലെങ്കിൽ നാഷണൽ ഇൻകം ഒന്നും വേണേ പറയാം കേട്ടോ. നാഷണൽ ഇൻകം ഡിവൈഡഡ് ബൈ ടോട്ടൽ പോപ്പുലേഷൻ. നാഷണൽ ഇൻകം അല്ലെങ്കിൽ GDPയെ ടോട്ടൽ പോപ്പുലേഷൻ കൊണ്ട് ഡിവൈഡ് ചെയ്യുന്നതാണ് പെർ ക്യാപിറ്റ ഇൻകം. അതായത് നമ്മുടെ രാജ്യത്തുള്ള ഓരോ ആളുടെയും ആവറേജ് ഇൻകം ആണ് ഈ പെർ ക്യാപിറ്റ ഇൻകം കൊണ്ട് ഉദ്ദേശിക്കുന്നത്. സോ ഇവിടെ ഒന്നുകിൽ നമുക്ക് നാഷണൽ ഇൻകത്തിനെ ടോട്ടൽ പോപ്പുലേഷൻ കൊണ്ട് ഡിവൈഡ് ചെയ്യാം. ഇപ്പൊ നമുക്ക് നമ്മുടെ രാജ്യത്ത് നാഷണൽ ഇൻകം ഭയങ്കര ഹൈ ആണ്, അതേപോലെ പോപ്പുലേഷനും ഹൈ ആണെങ്കിൽ അവിടെ പെർ ക്യാപിറ്റ ഇൻകം കുറയും. നാഷണൽ ഇൻകം കൂടുതലാണ്, അതനുസരിച്ച് പോപ്പുലേഷനും കൂടുതലാണെങ്കിൽ പെർ ക്യാപിറ്റ ഇൻകം എടുക്കുമ്പോൾ അത് ലോ ആയിരിക്കും. കാരണം ഇത്രയും നാഷണൽ ഇൻകം എന്ന് പറയുന്നത് ഇത്രയും പോപ്പുലേഷൻ കൊണ്ട് നമ്മൾ ഡിവൈഡ് ചെയ്യുവാണ്. അപ്പൊ ഓരോരുത്തരിലേക്കും ഇത് സ്പ്രെഡ് ആകുമ്പോൾ കുറയും കേട്ടോ. പോപ്പുലേഷൻ കൂടുതലാണെങ്കിൽ ഈ പറയുന്ന നാഷണൽ ഇൻകം കുറയും. ഇപ്പോ ആളുകളുടെ സ്റ്റാൻഡേർഡ് ഓഫ് ലിവിങ്, ഓരോ രാജ്യത്തിന്റെയും സ്റ്റാൻഡേർഡ് ഓഫ് ലിവിങ് ഒക്കെ അളക്കാനായിട്ട് നമുക്ക് ഈ പെർ ക്യാപിറ്റ ഇൻകം ഉപയോഗിക്കാം. നമ്മുടെ എക്കണോമിക് ഡെവലപ്മെന്റും ഒക്കെ നമുക്ക് അതിൽ കൂടെ മനസ്സിലാകും.
ഇപ്പൊ പെർ ക്യാപിറ്റ ഇൻകം കൂടുതലാണെങ്കിൽ ആളുകളുടെ ലിവിങ് സ്റ്റാൻഡേർഡ് കൂടുതലാണ് എന്നൊക്കെ നമുക്ക് അസ്യൂം ചെയ്യാം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കിക്കേ. പ്ലാനിംഗ് കമ്മീഷൻ ഇൻ ഇന്ത്യ വാസ് റീപ്ലേസ്ഡ് ബൈ. പ്ലാനിംഗ് കമ്മീഷനെ റീപ്ലേസ് ചെയ്തത് ആരാണ്? യെസ്, നിതി ആയോഗ് ആണ് അല്ലെ? നിതി ആയോഗ് ആണ്. അതായത് നാഷണൽ ഇൻസ്റ്റിറ്റ്യൂഷൻ ഫോർ ട്രാൻസ്ഫോമിംഗ് ഇന്ത്യ. നാഷണൽ ഇൻസ്റ്റിറ്റ്യൂഷൻ ഫോർ ട്രാൻസ്ഫോമിംഗ് ഇന്ത്യ. നിതി ആയോഗ് എന്ന് പറയുന്നത് നമ്മുടെ ഇന്ത്യൻ ഗവൺമെന്റിന്റെ ഒരു പോളിസി തിങ്ക് ടാങ്ക് ആണെന്നാണ് പറയുന്നത്. പോളിസി തിങ്ക് ടാങ്ക് ഓഫ് ദി ഗവൺമെന്റ് ഓഫ് ഇന്ത്യ എന്നാണ് നമ്മൾ ഈ നിതി ആയോഗിനെ വിശേഷിപ്പിക്കുന്നത്. സോ ഈ ഒരു പ്ലാനിംഗ് കമ്മീഷനെ നമ്മൾ റീപ്ലേസ് ചെയ്തിട്ടാണ് നിതി ആയോഗ് വന്നത്. ഇതെന്ന് പറയുന്നത് ആക്ച്വലി നമ്മുടെ ഒരു രാജ്യത്തിന്റെ ഡെവലപ്മെന്റ് സ്ട്രാറ്റജീസ് പ്ലാൻ ചെയ്യുന്നതാണ് ഈ പ്ലാനിംഗ് കമ്മീഷൻ അല്ലെങ്കിൽ നിതി ആയോഗിന്റെ ഉദ്ദേശം. നിതി ആയോഗിന്റെ ചെയർപേഴ്സൺ എന്ന് പറയുന്നത് പ്രൈം മിനിസ്റ്റർ ആയിരിക്കും. ജസ്റ്റ് ഒന്ന് മനസ്സിലാക്കി വെച്ചേക്കാം കേട്ടോ. നമുക്ക് അടുത്ത ചോദ്യത്തിലേക്ക് പോവാം. മാക്സിമം ചോദ്യങ്ങൾ നമുക്ക് നോക്കാമേ. 5 year പ്ലാൻസ് ആണ് കേട്ടോ. ഫസ്റ്റ് 5 year പ്ലാൻ ഇൻ ഇന്ത്യ വാസ് ബേസ്ഡ് ഓൺ ഫസ്റ്റ് 5 year പ്ലാൻ ഏത് മോഡലിന്റെ ബേസിലായിരുന്നു? യെസ്, ബാക്കിയുള്ളവരൊന്നും ഇപ്പൊ ആൻസർ ചെയ്യുന്നില്ല കേട്ടോ. ആര്യ, പിന്നെ ആരാ, സംഗീത, സ്നേഹ, നിങ്ങളൊക്കെ ആദ്യമൊക്കെ ആൻസർ ചെയ്തോണ്ടിരുന്നതാ. ഇപ്പൊ ലാസ്റ്റ് ആയപ്പോഴത്തേക്കിന് ബാക്കി ആരും ആൻസർ ചെയ്യാതായിട്ടുണ്ട്. ഇവിടെ ഫസ്റ്റ് 5 year പ്ലാൻ എന്ന് പറയുന്നത് ഹാരഡ് ഡോമർ മോഡലാണ് കേട്ടോ. ഹാരഡ് ഡോമർ മോഡലിന്റെ ബേസിലാണ് ഫസ്റ്റ് 5 year പ്ലാൻ വന്നിട്ടുണ്ടായിരുന്നത്. സോ 1951 to 56 കാലഘട്ടത്തിലായിരുന്നു ഫസ്റ്റ് 5 year പ്ലാൻ. അപ്പോൾ ഈ ഒരു ഹാരഡ് ഡോമർ മോഡൽ എന്ന് പറയുന്നത്, ഈ മോഡലിൽ പറയുന്നത് ഇൻവെസ്റ്റ്മെന്റും സേവിങ്സും ആണ് ഒരു രാജ്യത്തിന്റെ എക്കണോമിക് ഗ്രോത്തിനെ എന്ത് ചെയ്യാ, ഒരു രാജ്യത്തെ എക്കണോമിക് ഗ്രോത്ത് ഈ പറയുന്ന ഇൻവെസ്റ്റ്മെന്റിന്റെയും സേവിങ്സിന്റെയും ബേസിലായിരിക്കും. അതിനെ ഡിപ്പെൻഡ് ചെയ്തിട്ടാണ് എക്കണോമിക് ഗ്രോത്ത് ഉണ്ടാകുന്നത്. സോ ആളുകൾ കൂടുതൽ സേവ് ചെയ്യുവാണെങ്കിൽ കൂടുതൽ ഇൻവെസ്റ്റ് ചെയ്യാം, അങ്ങനെ എക്കണോമിക് ഗ്രോത്ത് കൂടും എന്നുള്ളതാണ് ഈ ഒരു ഹാരഡ് ഡോമർ മോഡലിൽ പറയുന്നത്. അപ്പൊ ഇൻവെസ്റ്റ്മെന്റും സേവിങ്സും ആണ് കേട്ടോ. ഇൻവെസ്റ്റ്മെന്റും സേവിങ്സിന്റെയും ബേസിലാണ് എക്കണോമിക് ഗ്രോത്ത് ഇരിക്കുന്നതെന്നാണ് ഈ ഒരു മോഡൽ പറയുന്നത്. ഇവിടെ പറയുന്നത് എന്താ, ആൾക്കാർ കൂടുതലായിട്ട് സേവ് ചെയ്യുവാണെങ്കിൽ, അതായത് ആളുകൾ അവരുടെ ഇൻകത്തിൽ നിന്ന് കൂടുതൽ സേവ് ചെയ്താൽ അവർക്ക് എന്ത് ചെയ്യാൻ പറ്റും, ആ സേവ് ചെയ്യുന്ന മണി കൂടുതലായിട്ട് ഇൻവെസ്റ്റ് ചെയ്യാൻ പറ്റും അല്ലെ? സേവിങ്സ് ഉണ്ടെങ്കിലല്ല നമുക്കത് ഇൻവെസ്റ്റ് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പൊ ഈ സേവ് ചെയ്യുന്നത് കൊണ്ടുവന്നിട്ട് ഇൻവെസ്റ്റ് ചെയ്യുമ്പോൾ എക്കണോമിക് ഗ്രോത്ത് കൂടും. അതാണ് ഹാരഡ് ഡോമർ മോഡൽ. ഈ ഒരു മോഡലിനെ ബേസ് ചെയ്തിട്ടാണ് നമ്മുടെ ഫസ്റ്റ് 5 year പ്ലാന് വന്നിട്ടുണ്ടായിരുന്നത്. പിന്നെ നമുക്കറിയാം ഫസ്റ്റ് 5 year പ്ലാനിന്റെ മെയിൻ ഫോക്കസ് അഗ്രികൾച്ചറും ഇറിഗേഷനും ഒക്കെ ആയിരുന്നു. നമുക്ക് അടുത്ത ചോദ്യം നോക്കാം. റീജിയണൽ ഇംബാലൻസ് എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്തിനാ?
യെസ്, റീജിയണൽ ഇംബാലൻസ് എന്ന് പറയുന്നത് അൺഈക്വൽ ഡിസ്ട്രിബ്യൂഷൻ ഓഫ് ഇൻഡസ്ട്രീസ് ആൻഡ് റിസോഴ്സ് എമംഗ് റീജിയൻസ് അല്ലെ. അതായത് ഇപ്പം ഒരു രാജ്യത്തിന്റെ ഒരു റീജിയണിൽ മാത്രമായിട്ട് കുറെ ഇൻഡസ്ട്രീസ് വരുന്നു, അപ്പൊ അവിടെ ഗ്രോത്ത് ഉണ്ടാകും. മറ്റൊരു സ്ഥലത്ത് ഇൻഡസ്ട്രികളും ഇല്ല, ഗ്രോത്തും ഇല്ല, ഡെവലപ്മെന്റും ഇല്ല. ഇൻഡസ്ട്രികൾ വന്നാലേ ആ സ്ഥലം ഡെവലപ്മെന്റ് ഉണ്ടാവത്തുള്ളൂ. അപ്പൊ ഇങ്ങനെ ചില സ്ഥലങ്ങളിൽ ഇൻഡസ്ട്രീസും ഇല്ല, ഡെവലപ്മെന്റ് ഇല്ലാതെ കിടക്കും. മറ്റു ചില സ്ഥലങ്ങളിൽ ചില റീജിയണുകളിൽ മാത്രം ഈ പറയുന്ന ഇൻഡസ്ട്രീസ് വരും, അപ്പൊ ഡെവലപ്മെന്റ് ഉണ്ടാകും. അപ്പൊ ഇങ്ങനെ ഒരു ഇംബാലൻസ് വരും. അതുകൊണ്ടാണ് ഇപ്പൊ നമ്മുടെ രാജ്യത്ത് തന്നെ നമ്മൾ ഈ ടാക്സേഷൻ ഒക്കെ പഠിക്കുമ്പോൾ നമ്മൾ അവിടെ പഠിക്കുന്നുണ്ട്. ഇപ്പം ചില സ്പെഷ്യൽ എക്കണോമിക് സോണുകളിലൊക്കെ നമ്മൾ ഫാക്ടറീസ് ഒക്കെ തുടങ്ങുവാണെങ്കിൽ നമുക്ക് അവിടെ നിന്ന് കിട്ടുന്ന പ്രോഫിറ്റുകൾ ഇത്ര വർഷത്തേക്ക് നമുക്ക് എന്താണ് ടാക്സ് കൊടുക്കണ്ട, എക്സംഷൻ കിട്ടും. കാരണം ആ ഒരു സ്ഥലങ്ങളെ കൂടെ എന്ത് ചെയ്യാം, ഡെവലപ്പ് ചെയ്യുക എന്നൊരു ഉദ്ദേശത്തോടെയാണ് ആ സ്ഥലങ്ങളെ പോലും സ്പെഷ്യൽ എക്കണോമിക് സോണുകളായിട്ടൊക്കെ കണക്കാക്കിയിരിക്കുന്നത്. അപ്പൊ അവിടെയും കൂടെ ഡെവലപ്പ് ആകാൻ വേണ്ടിയിട്ടുള്ള എല്ലാ ഇൻസെന്റീവുകളും ഗവൺമെന്റ് കൊടുക്കുന്നതാണ്. ഇപ്പൊ റീജിയണൽ ഇംബാലൻസുകൾ മാറ്റാൻ വേണ്ടിയിട്ടാണ്. ഓക്കെ, നമുക്ക് അടുത്ത ചോദ്യം നോക്കാം. അൺഎംപ്ലോയ്മെന്റ് കോസ്ഡ് ബൈ ചേഞ്ച് ഇൻ ടെക്നോളജി. എ ആണോ? ഫ്രിക്ഷണൽ അൺഎംപ്ലോയ്മെന്റ് ആണോ? ചേഞ്ച് ഇൻ ടെക്നോളജിക്കൽ ചേഞ്ചുകൾ കാരണം വരുന്ന അൺഎംപ്ലോയ്മെന്റിനെ നമ്മൾ ഫ്രിക്ഷണൽ ആണോ പറയുന്നേ? യെസ്, ഓപ്ഷൻ ജയ് കറക്റ്റ് പറഞ്ഞിട്ടുണ്ട്. ഓപ്ഷൻ സി ആണ് കേട്ടോ, സ്ട്രക്ചറൽ അൺഎംപ്ലോയ്മെന്റ് ആണ്. സ്ട്രക്ചറൽ നമുക്കൊന്ന് നോക്കാം. ഇവിടെ ഫ്രിക്ഷണൽ, നിങ്ങളുടെ കയ്യിൽ നോട്ട്സ് ഉണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് നോട്ട് ചെയ്ത് വെച്ചോ കേട്ടോ. ഫ്രിക്ഷണൽ അൺഎംപ്ലോയ്മെന്റ് എന്ന് പറയുന്നത് ഇപ്പോ ഒരു ജോലിയുള്ള ആളാണ്, അയാള് ആ ജോലി കളഞ്ഞിട്ട് അതിനെക്കാട്ടി നല്ല ജോലി നോക്കും. അന്നേരം ആ കുറച്ച് നാളത്തേക്ക് അയാൾ അൺഎംപ്ലോയിഡ് അല്ലേ? അതിനെയാണ് ഫ്രിക്ഷണൽ അൺഎംപ്ലോയ്മെന്റ് എന്ന് പറയുന്നത്. ഇപ്പോ ഞാൻ ഒരു സ്ഥാപനത്തിൽ വർക്ക് ചെയ്യുന്നുണ്ട്, എനിക്ക് അവിടെ സാലറി കുറവാ. അപ്പൊ ഞാൻ എന്ത് ചെയ്തു, ആ ജോലി കളഞ്ഞു. എന്നിട്ട് വേറൊരു സ്ഥാപനത്തിൽ ഞാൻ ജോലി നോക്കുക. അപ്പോ ഞാൻ എന്താ പറയാ, ഒരു 2-3 മാസത്തേക്കിന് ജോലി ഇല്ലാതിരിക്കും. കാരണം ഞാൻ ചെയ്തുകൊണ്ടിരുന്ന ജോലി ഞാൻ കളഞ്ഞു. എന്നിട്ട് അടുത്ത ജോലി നോക്കുകയാണ്, ബെറ്റർ ഓപ്ഷൻ നോക്കുക. അങ്ങനെ ബെറ്റർ ഓപ്ഷൻ നോക്കുമ്പോൾ ആ ഒരു കുറച്ച് നാൾ ഞാൻ അൺഎംപ്ലോയിഡ് ആയിരിക്കും. അങ്ങനെയുള്ള അൺഎംപ്ലോയ്മെന്റിനെയാണ് ഫ്രിക്ഷണൽ അൺഎംപ്ലോയ്മെന്റ് എന്ന് പറയുന്നത് കേട്ടോ, ഫ്രിക്ഷണൽ അൺഎംപ്ലോയ്മെന്റ്. പിന്നെ സീസണൽ അൺഎംപ്ലോയ്മെന്റ് നമുക്കറിയാം. അതായത് ഈ ചില ജോലികൾക്ക് സീസൺ സമയത്ത് മാത്രമേ നമുക്ക് എന്തുള്ളൂ, ജോലിയുള്ളൂ അല്ലെ. ചില എന്താ പറയാ, ഇപ്പൊ നമ്മള് അഗ്രികൾച്ചർ ആണെങ്കിൽ എന്നും അവിടെ പണി കാണത്തില്ല വർക്കേഴ്സിന്. ഇപ്പം നെല്ല് വിതയ്ക്കുന്ന സമയത്ത് എന്താ പറയാ, വർക്കേഴ്സിന് ജോലിയുണ്ട്, ഫാമേഴ്സിന് അല്ലെങ്കിൽ അവിടുത്തെ ആൾക്കാർക്ക് ജോലി കിട്ടും. ഇനി നെല്ല് വിതച്ചു കഴിഞ്ഞു, പിന്നെ കുറച്ച് നാളത്തേക്ക് ജോലിയൊന്നും ഇല്ലാതിരിക്കും. പിന്നെ ഇത് കൊയ്യുന്ന സമയത്തായിരിക്കും ഇവരെ വേണ്ടി വരുന്നത്. അപ്പൊ ഇങ്ങനെ ഈ സീസൺ സമയത്ത് മാത്രം ഇവർക്ക് ജോലി ഉണ്ടാകും. ആ സീസൺ കഴിയുമ്പോൾ ഇവരെന്ത് ചെയ്യും, ജോലി ഇല്ലാതിരിക്കേണ്ടി വരും. ഇനി വീണ്ടും അടുത്ത സീസൺ വരണം, എന്നാലേ ഇവർക്ക് എന്തുള്ളൂ, ജോലി കിട്ടത്തുള്ളൂ. അങ്ങനെ ആ സീസൺ സമയത്ത് മാത്രം ജോലി കിട്ടുന്നു, സീസൺ കഴിയുമ്പോൾ ജോലി ഇല്ലാതിരിക്കുന്നു. അങ്ങനെ വരുന്ന അൺഎംപ്ലോയ്മെന്റ് ആണ് സീസണൽ അൺഎംപ്ലോയ്മെന്റ് എന്ന് പറയുന്നത്. ഇപ്പോ ഐസ്ക്രീംസ്, അത് വിന്റർ സമയത്ത് ആരും മേടിക്കത്തില്ല. അപ്പം ആ വർക്കേഴ്സിന് ജോലി ഇല്ലാതിരിക്കേണ്ടി വരും. വിന്റർ സമയത്ത് അവർക്ക് ജോലിയില്ല. ചിലപ്പോൾ ഉള്ള ആൾക്കാരെ നമ്മൾ പറഞ്ഞു വിടും, ഇനി വിന്റർ കഴിഞ്ഞ് സമ്മർ ആകുമ്പോൾ വന്നാൽ മതി എന്ന് പറയും. അപ്പൊ ഇതാണ് സീസണൽ അൺഎംപ്ലോയ്മെന്റ്. ദെൻ സ്ട്രക്ചറൽ അൺഎംപ്ലോയ്മെന്റ് എന്ന് പറയുന്നത് പുതിയ ടെക്നോളജീസ് വരുന്നത് കാരണം, അതായത് ഇപ്പൊ ജോലി ചെയ്തുകൊണ്ടിരിക്കുന്ന ആൾക്കാർക്ക് എന്തില്ല, സ്കില്ലില്ല. ഇപ്പോ നമുക്ക് ഒരു ഡേറ്റ എൻട്രി ഓപ്പറേറ്ററുടെ വേക്കൻസി ഉണ്ട്. പക്ഷെ ഈ ഡേറ്റ എൻട്രി ഓപ്പറേറ്റർ എന്ന് പറയുന്ന ആള്, അയാൾക്ക് കമ്പ്യൂട്ടർ അറിഞ്ഞിരിക്കണം. ഇപ്പൊ നമ്മുടെ നാട്ടിലുള്ളവർക്ക് ആർക്കും കമ്പ്യൂട്ടർ അറിയത്തില്ല, ആ ടെക്നോളജി അവർക്ക് അറിയത്തില്ല. അപ്പൊ ആ ഒരു സ്കില്ലിന്റെ മിസ്മാച്ച് കൊണ്ട് അവിടെ അൺഎംപ്ലോയ്മെന്റ് വരിക. അതായത് ഡേറ്റ എൻട്രി ഓപ്പറേറ്ററുടെ വേക്കൻസി ഉണ്ട്, പക്ഷെ ഇവിടെ ആർക്കും കമ്പ്യൂട്ടർ അറിയത്തില്ല. അതുകൊണ്ട് അവർക്ക് ഈ ജോലിക്ക് കയറാൻ പറ്റുമോ? ഇല്ല. ഇങ്ങനെ വരുന്ന സ്കില്ല്, അതായത് ആ ജോലിക്ക് അവൈലബിൾ ജോലിക്ക് വേണ്ട സ്കില്ല് വർക്കേഴ്സിന് ഇല്ല. അതുകൊണ്ട് അവർ അൺഎംപ്ലോയിഡ് ആയി പോയി അല്ലെ. അവർക്ക് ജോലി അവിടെ ഉണ്ട്, പക്ഷെ ആ ജോലി ചെയ്യാനുള്ള സ്കില്ല് വർക്കേഴ്സിന് ഇല്ല.
അങ്ങനെ വരുന്ന അൺഎംപ്ലോയ്മെന്റ് ആണ് സ്ട്രക്ചറൽ അൺഎംപ്ലോയ്മെന്റ്. ഇപ്പൊ ഈ ഹാൻഡ്ലൂം വർക്കേഴ്സ് ഒക്കെ ഉണ്ടല്ലോ, ഹാൻഡ്ലൂം അങ്ങനെയുള്ള നെയ്ത്തുകാരൊക്കെ, ഇപ്പൊ പുതിയ മെഷീൻസ് വരുമ്പം ഈ നെയ്ത്തുകാര്, ഈ ഹാൻഡ്ലൂംകാരെ ഒന്നും വേണ്ട. അപ്പൊ ഈ പുതിയ മെഷീൻസ് വന്നപ്പോൾ അവർക്ക് അവരുടെ ജോലി പോയി. അല്ലെങ്കിൽ ഈ കമ്പ്യൂട്ടറുകൾ വന്നപ്പോൾ കുറെ പേരുടെ ജോലി പോയെന്ന് പണ്ട് പറയുമായിരുന്നു. അങ്ങനെയുള്ള അൺഎംപ്ലോയ്മെന്റുകളെ സ്ട്രക്ചറൽ അൺഎംപ്ലോയ്മെന്റ് എന്ന് പറയാം. ദെൻ സൈക്ലിക്കൽ എന്ന് പറയുന്നത് നമ്മുടെ എക്കണോമിയിലെ അപ്പ് ആൻഡ് ഡൗണുകൾ കാരണം ഉണ്ടാകുന്ന അൺഎംപ്ലോയ്മെന്റ് ആണ്. അതായത് ഇപ്പം ഒരു റിസഷൻ വന്നു, റിസഷൻ വരുമ്പം സാധനങ്ങളുടെ ഡിമാൻഡ് ഇല്ല, ആൾക്കാരുടെ പൈസ ഇല്ല, അല്ലെ? റിസഷൻ വരുമ്പോഴത്തേക്കിന് ആൾക്കാരുടെ പൈസ ഇല്ല, അങ്ങനെ ഒരു അവസ്ഥ വരും. അങ്ങനെ വരുമ്പോൾ ആരും സാധനങ്ങൾ മേടിക്കത്തില്ല. അപ്പം ആ ഫാക്ടറിയിൽ ഇതൊന്നും നിർമ്മിക്കണ്ട, അങ്ങനെയാണെങ്കിൽ ആ ഫാക്ടറി വർക്കേഴ്സിന് ജോലി ഇല്ലാതായി. ഇപ്പൊ എക്കണോമി സ്ലോ ഡൗൺ, എക്കണോമി അപ്പും ഡൗണുകളും വരുമ്പോൾ ഉണ്ടാകുന്ന അൺഎംപ്ലോയ്മെന്റുകളാണ് സൈക്ലിക്കൽ അൺഎംപ്ലോയ്മെന്റ്. ഓക്കെ അല്ലേ? 4 മനസ്സിലായോ നിങ്ങൾക്ക്? ക്ലിയർ അല്ലേ? നെക്സ്റ്റ് നോക്കിക്കേ. ഗ്ലോബലൈസേഷൻ ഇൻ ഇന്ത്യ ബിഗാൻ ആഫ്റ്റർ ദി ഇൻട്രൊഡക്ഷൻ ഓഫ്. ഇന്ത്യയിൽ ഗ്ലോബലൈസേഷൻ വന്നത് എന്തിന്റെ ഭാഗമായിട്ടാ? ഗ്ലോബലൈസേഷൻ എന്ന് പറയുന്നത് എന്തിന്റെ ഭാഗമായിട്ടാണ് ഈ ഗ്ലോബലൈസേഷൻ വന്നത്? യെസ്, 1991 ന്യൂ എക്കണോമിക് പോളിസി, അല്ലെ? ന്യൂ എക്കണോമിക് പോളിസി ഉണ്ട്. 1991 എക്കണോമിക് പോളിസിയുടെ, ന്യൂ എക്കണോമിക് പോളിസിയുടെ ഭാഗമായിട്ടാണ് ഈ ഗ്ലോബലൈസേഷൻ ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുള്ളത്. ഓക്കെ, നമുക്ക് അടുത്ത ചോദ്യം നോക്കാം. ടൈം പോകുന്നേ, നമുക്ക് കുറച്ച് ചോദ്യങ്ങളൂടെ ഉണ്ട്. വേഗം വേഗം ആൻസർ ചെയ്തു. 3 pillars ഓഫ് എക്കണോമിക് റിഫോംസ്. എക്കണോമിക് റിഫോംസിന്റെ 3 pillars എന്ന് പറയുന്നത് യെസ്, എ ആണ്. ലിബറലൈസേഷൻ, പ്രൈവറ്റൈസേഷൻ, ഗ്ലോബലൈസേഷൻ, LPG. യെസ്, കറക്റ്റ്. ക്യാപിറ്റലിസ്റ്റ് എക്കണോമിയിൽ മീൻസ് ഓഫ് പ്രൊഡക്ഷൻ ആരാ ഓൺ ചെയ്യുന്നത്? ക്യാപിറ്റലിസ്റ്റ് എക്കണോമി ആണെങ്കിൽ നമ്മൾ സോഷ്യലിസ്റ്റും ക്യാപിറ്റലിസ്റ്റും മിക്സ്ഡ് എക്കണോമിയും പഠിച്ചിട്ടുണ്ട്. ക്യാപിറ്റലിസ്റ്റ് എക്കണോമിയിൽ ആർക്കാണ് എല്ലാത്തിലും അധികാരമുള്ളത്? ക്യാപിറ്റലിസ്റ്റില് യെസ്, പ്രൈവറ്റ് ഇൻഡിവിജ്വൽസ് ആണ്, അല്ലെ? പ്രൈവറ്റ് ഇൻഡിവിജ്വൽസിനാണ് അവിടെ എല്ലാത്തിന്റെയും മുകളിൽ കൺട്രോൾ ഉള്ളത്. GDP എന്താ മെഷർ ചെയ്യുന്നത്? യെസ്, GDP മെഷേഴ്സ്. GDP എന്ന് പറയുന്നത് ഗ്രോസ് ഡൊമസ്റ്റിക് പ്രൊഡക്റ്റാ. GDP എന്താ മെഷർ ചെയ്യുന്നത്? പെർ ക്യാപിറ്റ ഇൻകം ആണോ GDP എന്ന് പറയുന്നത്? അതിന്റെ മീനിങ് തന്നെ നമ്മൾ എന്താ പഠിക്കുന്നത്? GDPയെ പിന്നെ നമ്മൾ ടോട്ടൽ പോപ്പുലേഷൻ കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോഴാണ് നമുക്ക് പെർ ക്യാപിറ്റ ഇൻകം കിട്ടുന്നത്. GDP എന്ന് പറയുന്നത് തന്നെ ടോട്ടൽ മാർക്കറ്റ് വാല്യൂ, അതായത് ഒരു രാജ്യത്ത് പ്രൊഡ്യൂസ് ചെയ്യുന്ന ഗുഡ്സിന്റെയും സർവീസിന്റെയും ടോട്ടൽ മണി വാല്യൂ ആണ് GDPയിൽ നമ്മൾ കാണിക്കുന്നത്, അല്ലെ? യെസ് യെസ്. നെക്സ്റ്റ് ചോദ്യം നോക്കിക്കേ. ഫസ്റ്റ് 5 year പ്ലാൻ എന്തിനാണ് ഇമ്പോർട്ടൻസ് കൊടുത്തത്? ഫസ്റ്റ് 5 year പ്ലാൻ ഇമ്പോർട്ടൻസ് കൊടുത്ത എന്തിനായിരുന്നു? നമ്മൾ കുറച്ച് മുന്നേ പറഞ്ഞതേ ഉള്ളൂ. യെസ്, അഗ്രികൾച്ചർ ആൻഡ് ഇറിഗേഷൻ, അല്ലെ? അഗ്രികൾച്ചറിനും ഇറിഗേഷനും ആണ് ഫസ്റ്റ് 5 year പ്ലാന് ഇമ്പോർട്ടൻസ് കൊടുത്തിട്ടുണ്ടായിരുന്നത്. നിതി ആയോഗ്, നമ്മൾ നേരത്തെ പറഞ്ഞു പ്ലാനിംഗ് കമ്മീഷനെ റീപ്ലേസ് ചെയ്തിട്ടാണ് നിതി ആയോഗ് വന്നത്. ഇയർ ഒന്ന് പറയാമോ? ഏത് ഇയർ ആണ്? ആണ് കേട്ടോ. 2015 പ്ലാനിംഗ് കമ്മീഷനെ നിതി ആയോഗ് റീപ്ലേസ് ചെയ്തിട്ടുണ്ടായിരുന്നത്. 2015. ഓക്കെ, അടുത്ത ചോദ്യം നോക്കാം. The concept of poverty line in India was first introduced by
പോവർട്ടി ലൈൻ എന്ന് പറഞ്ഞൊരു കോൺസെപ്റ്റ് ഇന്ത്യയിൽ ആദ്യമായിട്ട് ഇൻട്രൊഡ്യൂസ് ചെയ്ത വ്യക്തി അറിയാമോ? ആർക്കെങ്കിലും അറിയാമോ? പോവർട്ടി ലൈൻ നമുക്ക് നോക്കാമേ. ആൻസർ ദാദാബായ് നവറോജി ആണ് കേട്ടോ. ദാദാബായ് നവറോജി ആണ് പോവർട്ടി ലൈൻ എന്ന് പറഞ്ഞൊരു കോൺസെപ്റ്റ് ഇന്ത്യയിൽ ഫസ്റ്റ് പോവർട്ടി ലൈൻ ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നത്. ഓക്കെ, നെക്സ്റ്റ് ചോദ്യം നോക്കാം. ടൈം കുറച്ച് കൺജസ്റ്റഡ് ആയതുകൊണ്ടാട്ടോ നമ്മൾ വേഗത്തിൽ അങ്ങ് പോകുന്നത്. ലാസ്റ്റ് ക്വസ്റ്റ്യൻസ്. Which of the following is not a measure of national income? നാഷണൽ ഇൻകം മെഷർ അല്ലാത്തത് ഇതിൽ ഏതാ? GDP-യും GNP-യും NNP-യും CPI-യും ഉണ്ട്. ഇതില് GDP, GNP, NNP ഒക്കെ വെച്ചിട്ട് നമുക്ക് നാഷണൽ ഇൻകത്തിനെ മെഷർ ചെയ്യാൻ പറ്റും അല്ലെ? ഇതിനെയൊക്കെ നമുക്ക് ടോട്ടൽ പോപ്പുലേഷൻ ഒക്കെ വെച്ച് ഡിവൈഡ് ചെയ്യുവാണെങ്കിൽ നമുക്ക് എന്താ പറയാ നാഷണൽ പെർ ക്യാപിറ്റ ഇൻകം ആണ് അങ്ങനെ. ഓക്കെ, ഇപ്പൊ ഇവിടെ നാഷണൽ ഇൻകം എന്ന് പറയുന്നത് GDP-യും GNP-യും NNP-യും ഒക്കെ നാഷണൽ ഇൻകം മെഷർ ചെയ്യുന്നതാ. CPI കൺസ്യൂമർ പ്രൈസ് ഇൻഡെക്സ് എന്ന് പറയുന്നത് നാഷണൽ ഇൻകത്തിന്റെ മെഷറിംഗ് ടൂൾ അല്ല. അടുത്ത ചോദ്യം നോക്കാം. Who was the architect of Indian planning? ഇന്ത്യൻ പ്ലാനിങ്ങിന്റെ ആർക്കിടെക്ട് എന്ന് അറിയപ്പെടുന്ന ആരെയാണെന്നറിയാവോ? ഇന്ത്യൻ പ്ലാനിങ്ങിന്റെ ആർക്കിടെക്ട് എന്നറിയപ്പെടുന്നത് മെഹൽനോബിസ് ആണ് കേട്ടോ. മെഹൽനോബിസ് ആണ് ഇന്ത്യൻ പ്ലാനിങ്ങിന്റെ ആർക്കിടെക്ട് എന്നറിയപ്പെടുന്നത്. ഈ പേരുകളൊക്കെ ഒന്ന് നോട്ട് ചെയ്ത് വെച്ചോണേ. International organization which promote trade liberalization and play an important role in globalization. ഏത് ഓർഗനൈസേഷൻ ആണ്? ട്രേഡ് ലിബറലൈസേഷനും ഗ്ലോബലൈസേഷനും ഒക്കെ പ്രൊമോട്ട് ചെയ്യുന്നത് ഇതിലേത് ഓർഗനൈസേഷനാ? യെസ്, വേൾഡ് ട്രേഡ് ഓർഗനൈസേഷൻ അല്ലെ, WTO ആണല്ലേ? യെസ്, WTO. The concept special category status is addressing regional imbalance. Which following region received this status in India? ഇന്ത്യയിൽ ഈ ഒരു സ്റ്റാറ്റസ് കിട്ടുന്നത്, അതായത് നമ്മൾ നേരത്തെ പറഞ്ഞു സ്പെഷ്യൽ കാറ്റഗറി സ്റ്റേറ്റ് എന്നൊക്കെ പറഞ്ഞിട്ട്, ഈ സ്പെഷ്യൽ കാറ്റഗറി സ്റ്റാറ്റസ് ഇന്ത്യയിൽ കിട്ടുന്നത് ഏത് റീജിയണിലാണ്? യെസ്, കറക്റ്റ് ആണ് അല്ലെ. എക്കണോമിക്കലി ഡിസഡ്വാൻറ്റേജ് സ്റ്റേറ്റുകളുണ്ട്, എന്താ പറയാ, ഗ്രോത്ത് ഒന്നും ഇല്ലാത്ത, എക്കണോമിക് ഗ്രോത്ത് ഒന്നും ഇല്ലാതെ കിടക്കുന്ന സ്റ്റേറ്റുകളും അതേപോലെ യൂണിയൻ ടെറിട്ടറീസിനും ഒക്കെയാണ് ഈ ഒരു സ്പെഷ്യൽ കാറ്റഗറി സ്റ്റാറ്റസ് കിട്ടുന്നത്. യെസ്. മേക്ക് ഇൻ ഇന്ത്യ ക്യാമ്പയിൻ. മേക്ക് ഇൻ ഇന്ത്യ നമ്മൾ കേട്ടിട്ടുണ്ടല്ലോ, പ്രൈം മിനിസ്റ്ററുടെ മേക്ക് ഇൻ ഇന്ത്യ. മേക്ക് ഇൻ ഇന്ത്യ ക്യാമ്പയിൻ എന്തിനാ ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത്? ആ പേരിൽ തന്നെ ഉണ്ട് അല്ലെ, ഡൊമസ്റ്റിക് മാനുഫാക്ചറിങ്. നമ്മുടെ രാജ്യത്ത് വേണ്ട സാധനങ്ങൾ ഇമ്പോർട്ട് ചെയ്യാതെ പകരം നമ്മുടെ രാജ്യത്ത് വേണ്ടത് ഇവിടെ തന്നെ എന്ത് ചെയ്യുക, മാനുഫാക്ചർ ചെയ്യുക. അതാണ് മേക്ക് ഇൻ ഇന്ത്യയുടെ ഉദ്ദേശം, ഡൊമസ്റ്റിക് മാനുഫാക്ചറിങ്. യെസ്. നെക്സ്റ്റ്, ട്രിക്കിൾ ഡൗൺ തിയറി. ട്രിക്കിൾ ഡൗൺ തിയറി നിങ്ങൾ കേട്ടിട്ടുണ്ടോ? എന്തുമായിട്ട് റിലേറ്റ് ചെയ്ത് വരുന്നതാണെന്ന് പറയാമോ? ഇതൊരു എക്സ്റ്റേണൽ ആയിട്ട് ഞാൻ എടുത്തിട്ടൊരു ചോദ്യമാണ് കേട്ടോ. ചുമ്മാ ഒന്ന് ഗസ് ചെയ്തോ. പോവർട്ടി അലീവിയേഷൻ ത്രൂ എക്കണോമിക് ഗ്രോത്ത്. പോവർട്ടി അലീവിയേഷൻ ആണ് ഈ ട്രിക്കിൾ ഡൗൺ തിയറിയിൽ ഫോക്കസ് ചെയ്യുന്നത്. യെസ്. നമുക്ക് അടുത്ത ക്വസ്റ്റ്യൻ 2 ചോദ്യവും കൂടെ ഉണ്ടേ. 10 മണിയായി, ഒരു 2 ചോദ്യവും കൂടെ നോക്കിയിട്ട് നമുക്ക് അങ്ങ് വൈൻഡപ്പ് ചെയ്യാം. ഇന്നിക്വാളിറ്റിയെ മെഷർ ചെയ്യുന്നത് എന്തുകൊണ്ടാണെന്നറിയാമോ? ഇന്നിക്വാളിറ്റി ഇപ്പൊ ഇൻകമിലും വെൽത്തിലും ഒക്കെയുള്ള ഇന്നിക്വാളിറ്റി ഉണ്ടല്ലോ,
അതിനെ നമുക്ക് മെഷർ ചെയ്യാനായിട്ടുള്ള ഒരു ഇൻഡിക്കേറ്റർ ഏതാണ്? ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ള ഒരു ഇൻഡിക്കേറ്റർ ആണ് കേട്ടോ. ഇൻഇക്വാളിറ്റി എന്ന് കേൾക്കുമ്പോൾ തന്നെ നിങ്ങൾ ഈ പേര് ഓർത്തോണം. ഏതാണെന്നൊന്ന് ഗസ് ചെയ്യാമോ? യെസ്, എ ആണ് കേട്ടോ, ഗിനി കോഎഫിഷ്യന്റ്. ഇൻഇക്വാളിറ്റി മെഷർ ചെയ്യാനുള്ള ടൂളാണ് ഈ ഗിനി കോഎഫിഷ്യന്റ് എന്ന് പറയുന്നത്. ഇൻകത്തിലും വെൽത്തിലും ഒക്കെ ഉള്ള ഇൻഇക്വാളിറ്റീസ് നമുക്ക് ഗിനി കോഎഫിഷ്യന്റ് വെച്ചിട്ടാണ് നമ്മൾ മെഷർ ചെയ്യുന്നത്. ഓക്കെ, ഒരു ചോദ്യം കൂടെ ഉണ്ട്. ഡിസ്ഗൈസ്ഡ് അൺഎംപ്ലോയ്മെന്റ് ഈസ് മെയിൻലി ഫൗണ്ട് ഇൻ അഗ്രികൾച്ചറിലാണ്. ഡിസ്ഗൈസ്ഡ് അൺഎംപ്ലോയ്മെന്റ് എന്ന് പറയുന്നത് അഗ്രികൾച്ചറിലാണ് കൂടുതലായിട്ട് നമുക്ക് കാണാനായിട്ട് പറ്റുന്നത്. അതായത് ഡിസ്ഗൈസ്ഡ് അൺഎംപ്ലോയ്മെന്റ് എന്ന് പറഞ്ഞാല് നമുക്ക് ഇപ്പം വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്ന ആൾക്കാർ ഇത്രയും പേര് വേണ്ട. ഇപ്പൊ നമുക്ക് ഒരു ഫാമില് 10 പേര് നിന്ന് നമ്മളൊരു ഫാമിലി ഇപ്പം കിളയ്ക്കാൻ വേണ്ടിയിട്ട് ഒരു 10 പേരെ നിർത്തി. ആക്ച്വലി ഈ 10 പേര് നിന്ന് വർക്ക് ചെയ്യുന്നുണ്ട്. ഈ 10 പേരുടെ ആവശ്യം അവിടെ ഇല്ല. 5 പേര് മതി. 5 പേര് മതിയെങ്കിൽ ബാക്കിയുള്ള 5 പേര് അവിടെ എക്സ്ട്രാ ആണ്, അല്ലെ? ആവശ്യം ഇല്ലാത്തവരാണ്. സോ ഈ 5 പേരെ നമ്മൾ പറഞ്ഞു വിട്ടു, ആവശ്യമില്ല, അവരെ നമുക്ക് വേണ്ട, അവർ എക്സ്ട്രാ ആയിട്ടുള്ളവരാണ്, അവര് നമുക്ക് നമ്മുടെ വാല്യൂ ഒന്നും ആഡ് ചെയ്യുന്നില്ല. അതായത് അവർ കാരണം നമുക്ക് അഡീഷണൽ ഔട്ട്പുട്ട് ഒന്നും കിട്ടുന്നില്ല. അവര് എംപ്ലോയിഡ് ആണ്, പക്ഷെ അവര് ജോലിക്കുണ്ട്, അവർക്ക് ജോലിയുണ്ട്, നമ്മുടെ ഫാമിൽ അവര് ജോലി ചെയ്യുന്നുണ്ട്. എംപ്ലോയിഡ് ആണ്, പക്ഷെ അവര് ചെയ്യുന്ന ജോലിയും കൊണ്ട് ഫാമിന് പ്രയോജനമില്ല. അതിനെയാണ് നമ്മൾ ഡിസ്ഗൈസ്ഡ് അൺഎംപ്ലോയ്മെന്റ് എന്ന് പറയുന്നത് കേട്ടോ. ആക്ച്വലി അവര് ഇൻ എസൻസ് അവർ എംപ്ലോയിഡ് ആണ്, ജോലി ചെയ്യുന്നുണ്ട്, പക്ഷെ അവര് ചെയ്യുന്ന ജോലിയും കൊണ്ട് നമുക്ക് അഡീഷണൽ ബെനിഫിറ്റ് ഒന്നും ഇല്ല. ആ 5 പേര് നിന്ന് ചെയ്താലും 10 പേര് നിന്ന് ചെയ്താലും ഒരേ ബെനിഫിറ്റാ, ഒരേപോലെ ഔട്ട്പുട്ട് കിട്ടുന്നത്. അപ്പോൾ ഈ നിൽക്കുന്ന 5 പേര് എക്സ്ട്രാ ആണ്, അവര് വാല്യൂ ഒന്നും ആഡ് ചെയ്യപ്പെടുന്നില്ല അവര് കാരണം, നമുക്കൊരു ബെനിഫിറ്റും കിട്ടുന്നില്ല. അങ്ങനെയാണെങ്കിൽ അതിനെ നമുക്ക് ഡിസ്ഗൈസ്ഡ് അൺഎംപ്ലോയ്മെന്റ് എന്ന് പറയാം. ഓക്കെ, അപ്പൊ ഇത്രയുമാണ് നമുക്ക് ഇന്നത്തെ ഒരു ക്ലാസ്സിൽ നമുക്ക് നോക്കാനായിട്ട് ഉണ്ടായിരുന്നത്. അപ്പൊ നിങ്ങൾക്ക് അത്രയും കാര്യങ്ങൾ കിട്ടിയെന്ന് വിശ്വസിക്കുന്നു. ഇനി നിങ്ങൾ പോവല്ലേ, അതിന് മുന്നേ അടുത്ത നമ്മുടെ നെക്സ്റ്റ് മൺഡേയില് മോഡ്യൂൾ 3ഉം 4ഉം 5ഉം നമ്മൾ ഡിസ്കസ് ചെയ്യും. അതായത് WTO, FDI, നമ്മൾ നേരത്തെ പറഞ്ഞ ഫോറിൻ ഡയറക്റ്റ് ഇൻവെസ്റ്റ്മെന്റ്, പിന്നെ ഫോംസ് ഓഫ് ട്രേഡ് കോപ്പറേഷൻസ് ഉണ്ടല്ലോ, ഫ്രീ ട്രേഡ് ഏരിയ, കസ്റ്റംസ് യൂണിയൻ, അങ്ങനെയുള്ള ട്രേഡ് കോപ്പറേഷൻസും. ദെൻ മൊഡ്യൂൾ 4ൽ ഇൻവെസ്റ്റ്മെന്റ് പോളിസി, എക്സിം പോളിസി, ലിബറലൈസേഷൻ, പ്രൈവറ്റൈസേഷൻ, ഇങ്ങനെയുള്ള ഏരിയാസ് നമ്മൾ ഡിസ്കസ് ചെയ്യും. ദെൻ മാനേജ്മെന്റ് ഇൻഫർമേഷൻ സിസ്റ്റം. അപ്പൊ ഇത്രയും ഏരിയാസ് നമ്മൾ അടുത്ത ക്ലാസ്സിൽ നോക്കും. നിങ്ങളൊന്ന് നോക്കിയിട്ട് വരണം കേട്ടോ. നിങ്ങളൊന്ന് നോക്കിയിട്ട് വരുവാണെങ്കിൽ നമുക്ക് എളുപ്പമാവും. ഓക്കെ, ഇന്ന് ഈ ഒരു ഹെൽത്ത് ഇഷ്യൂ ഉള്ളത് കൊണ്ടാണ് കേട്ടോ നമ്മൾ കുറച്ച് പതിയെ പറഞ്ഞു പോയത്. നെക്സ്റ്റ് ക്ലാസ്സിൽ നമുക്ക് ബെറ്റർ ആയിട്ട് എടുക്കാം. ഓക്കെ, താങ്ക് യു ഓൾ.